അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരു നാമത്തില് വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പ്രിയ ജോബിൻ ജോസഫ് അവറുകളാണ്. പ്രിയ KT ജോസഫ് പാസ്റ്റർ ബീഹാറിലെ മിഷണറി ദൗത്യവുമായി ഇന്ത്യ മിഷന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച ദൈവദാസിന്റെ ഏകമകൻ പ്രിയ ജോബിൻ ജോസഫ് ഇന്ന് അരോമ TV പ്രേക്ഷകരോടൊപ്പം തന്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. ഈ സാക്ഷ്യം ആരും സ്കിപ്പ് ചെയ്യരുത്. കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തില് ഒരുപാട് നമ്മെ ചിന്തിപ്പിക്കുവാൻ, സ്വയം ശോധന ചെയ്യുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എത്രത്തോളം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം, കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ബോധ്യമാകുന്ന ഒരുപാട് അനുഭവങ്ങൾ, അസാധാരണമായ ഒരു സാക്ഷ്യം. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ കേട്ട ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിശേഷിച്ചാൽ പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ച രാത്രി 9 മണി മുതൽ ഓൺലൈനിൽ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കുകൊള്ളാവുന്നതാണ്. അതുപോലെ തന്നെ അരോമ TVയിൽ ഇതിനോടകം പബ്ലിഷ് ചെയ്ത നിരവധി അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ, ഒരുപക്ഷെ നിങ്ങൾ കാണാത്തതായ വീഡിയോകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഈ സാക്ഷ്യം നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരും എന്നുള്ള വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പ്രിയ ജോബിൻ ജോസഫ് അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ TV പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചോളൂ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം ഇന്നലെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അരോമ TVയിലൂടെ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇതില് സാക്ഷ്യം പറയാൻ വേണ്ടി എന്നെ ക്ഷണിച്ച അരോമ TVയുടെ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവദാസന്മാരോടുമുള്ള നന്ദി ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞ് അങ്ങനെ വിടുന്നു. ഈ അരോമ TVയിലൂടെ ഒരുപാട് അറിയപ്പെടാത്ത സുവിശേഷകരെ പുറത്തു കൊണ്ടുവരുവാൻ ഈ പ്രോഗ്രാം മൂലം സാധിച്ചു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വീണ്ടും ഒരുപാട് പേരെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് നിർത്തി പൊതുജനത്തിന് മുന്നിൽ അവതരിപ്പിക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയംഗമായ നന്ദിയെ ഞാൻ ഇത്തരണത്തിൽ അറിയിക്കട്ടെ. എൻ്റെ പേര് ജോബിൻ, മുഴുവൻ പേര് ജോബിൻ ജോസഫ്. ഞാനിപ്പോൾ ഓൺലൈൻ വന്നിരിക്കുന്നത് ബീഹാറിലെ പട്ന എന്ന് പറയുന്ന സിറ്റിയിൽ നിന്നാണ്. ഞാൻ ഈ പട്ന സിറ്റിയിൽ വന്നിട്ട് 5 വർഷം കഴിഞ്ഞു. ഇത് 6ാമത്തെ വർഷമാണ്. ഞാൻ എന്നെക്കുറിച്ച് എൻ്റെ ബാല്യകാലം മുതൽ പറഞ്ഞ് അങ്ങനെ വരുമ്പോൾ ഏകദേശം കാര്യങ്ങൾ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന രീതിയിലായ ഒരു യാഥാസ്ഥിക പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചു വളരുവാൻ കർത്താവിനെ സഹായിച്ചു. ഇന്ന് ആലോചിക്കുമ്പോൾ അതെന്റെ ജീവിതത്തിൽ ഒരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കണക്കാക്കുന്നു. എൻ്റെ പിതാവ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ലെക്ചറായിട്ട് വർക്ക് ചെയ്തു. എൻ്റെ മാതാവ് ഹൗസ് വൈഫ്. അങ്ങനെ ഞാൻ അവർക്ക് ഏക മകനാണ്. എനിക്ക് സഹോദരങ്ങളോ സഹോദരിമാരോ ആരുമില്ല. ഞാൻ ഏക മകനാണ്. അപ്പോ എൻ്റെ ജനനത്തിൽ തന്നെ ഞാൻ പറഞ്ഞു കേട്ടത്, ജനനത്തിലുള്ള ചെറിയ കോംപ്ലിക്കേഷൻസിലൊക്കെ കൂടിയാണ് ഞാൻ ജനിച്ചത്. എങ്കിലും എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ ചിന്തിക്കാവുന്നത് പോലെ തന്നെ ഒരു ഏക മകൻ എന്ന നിലയിൽ ഒത്തിരി ഓമനിച്ചും മാതാപിതാക്കളുടെ പെറ്റായിട്ടൊക്കെയാണ് ഞാൻ ചെറുപ്പകാലത്ത് വളർന്നു വന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി സ്വാതന്ത്ര്യം എനിക്കുണ്ടായിരുന്നു. എൻ്റെ കുടുംബത്തിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഒരുപാട് എന്നെ അങ്ങനെ ഈ കൂച്ചുവരങ്ങിട്ട് നടത്തുക എന്ന് പറഞ്ഞ പോലെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ആവശ്യത്തിന് ഉള്ള ഫ്രീഡം എൻ്റെ ലൈഫിലുണ്ടായിരുന്നു. അപ്പം എൻ്റെ വിദ്യാഭ്യാസം ഒരു ക്രിസ്ത്യൻ സ്കൂളിലായിരുന്നു. കാത്തലിക്സിന്റെ ഒരു സ്കൂളിൽ, നല്ല ഒരു സ്കൂളിൽ എനിക്ക് വിദ്യാഭ്യാസം ദൈവം തന്നു. എൻ്റെ സ്കൂൾ ജീവിതമൊക്കെ സാധാരണ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്ന പൈതലിനെ പോലെ തന്നെ സാധാരണ രീതിയിലുള്ള പഠനം,
അതുപോലെ തന്നെ സൺഡേ സ്കൂളിന്റെ പഠനങ്ങള്, കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഞാൻ സൺഡേ സ്കൂള് ഞാൻ ജനിച്ചു വളർന്നത് തന്നെ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിലായിരുന്നു. അപ്പം ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ സൺഡേ സ്കൂളിന്റെ 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള എല്ലാ ക്ലാസ്സുകളും ഞാൻ പഠിച്ച് അങ്ങനെ വളർന്നു വന്നതാണ്. അപ്പൊ ചെറുപ്പകാലങ്ങളിൽ വചനത്തിലുള്ള അഭ്യാസവും അതുപോലെ തന്നെ PYPA, യൂത്ത് മീറ്റിങ്ങുകൾ, ചർച്ചിന്റെ പ്രോഗ്രാംസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ആയി എന്റെ 10-ാം ക്ലാസ് ജീവിതം വരെ അങ്ങനെ ഒരു ജീവിതമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ബാല്യത്തിൻ്റെതായ ചെറിയ 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 കുസൃതികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു പെന്തക്കോസ്ത് പൈതൽ വളരുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ 10-ാം ക്ലാസ് വരെ വളർന്നത്. അങ്ങനെ 10-ാം ക്ലാസ് വരെ ഞാൻ വളർന്നതിന് ശേഷം ആ സമയത്ത് എന്റെ പിതാവ് യൂണിവേഴ്സിറ്റി ജോലിയോടുള്ള ബന്ധത്തിൽ തന്നെ സുവിശേഷ വേലയ്ക്കുള്ള വിളിയോടുകൂടി അദ്ദേഹം സുവിശേഷ വേലയും കൂടി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്റെ പിതാവ് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി നോർത്ത് ഇന്ത്യയിൽ, ഇപ്പോൾ ഞാൻ താമസിക്കുന്ന ബീഹാറിൽ പ്രധാന വേലയോടനുബന്ധിച്ചായിരുന്നു. അന്ന് ഞങ്ങൾ കേരളത്തിലാണ് ഞാനും മാതാവും താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം അന്ന് 6 മാസം പിതാവ് ഇവിടെയും 6 മാസം നാട്ടിലുമായിരുന്നു നിന്നിരുന്നത്. അപ്പം 6 മാസം നിൽക്കുന്ന സമയത്ത് ഞാനും മാതാവും മാത്രം നാട്ടില്, വീണ്ടും പിതാവ് വരുന്നു. അങ്ങനെ 10-ാം ക്ലാസ് വരെ വലിയ കുഴപ്പമില്ലാതെ പോയി. അപ്പൊ 10-ാം ക്ലാസ് കഴിഞ്ഞ് അടുത്ത ഒരു ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പ്രീ ഡിഗ്രിയാണ്. ആ സമയത്ത് പ്രീ ഡിഗ്രിയാണ്. ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ് 1 വർഷം കൂടി പ്രീ ഡിഗ്രി ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ കേരളത്തിൽ +2 ആയി മാറി. അപ്പം ആ സമയം വരെ ഞാൻ പറഞ്ഞതുപോലെ ഒരു മഠത്തിലെ സ്കൂളിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം ആ മഠത്തിൻ്റെതായ സ്ട്രിക്ട്നെസ്സും കാര്യങ്ങളും ഒക്കെ കൊണ്ട് ആ സ്കൂളിന് അപ്പുറമായിട്ടുള്ളൊരു ലോകം എനിക്കില്ലായിരുന്നു. സ്കൂൾ കഴിഞ്ഞ് പിന്നെ സാധാരണ നമ്മുടെ നാടുകളിലുള്ള പോലെ അവിടുത്തെ കൂട്ടും കാര്യങ്ങളും ഒക്കെ അങ്ങനെ ഒരു ജീവിതത്തിൽ വീണ്ടും പ്രീ ഡിഗ്രിക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ മറ്റൊരു ലോകത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു. മറ്റൊരു ലോകത്തിലേക്ക് കാലെടുത്ത് വെക്കുക എന്ന് പറയുമ്പോൾ അല്പം കൂടി സ്വാതന്ത്ര്യം കൂടിയ, അല്പം കൂടി ലോകത്തിലോട്ട് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള വാഗ്ദാനങ്ങളൊക്കെ അല്ലെങ്കിൽ വാതിലുകളൊക്കെ തുറന്നു തരുന്ന രീതിയിലുള്ളൊരു ജീവിതമായിരുന്നു പ്രീ ഡിഗ്രിക്ക്. പ്രീ ഡിഗ്രിക്ക് ഞാൻ ആദ്യം സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചു. പിന്നീട് എനിക്ക് കൊമേഴ്സ് എടുത്ത് പഠിക്കണമെന്നാണ് ആഗ്രഹം. അങ്ങനെ എനിക്ക് സയൻസ് ഗ്രൂപ്പ് കിട്ടിയത് സ്കൂളിലായിരുന്നു. പക്ഷെ വീണ്ടും ഞാൻ കോളേജിൽ അഡ്മിഷൻ കിട്ടണമെന്ന് ആഗ്രഹം കൊണ്ട് കോളേജിൽ കൊടുത്തപ്പോൾ എനിക്ക് കൊമേഴ്സിന് കോളേജിൽ അഡ്മിഷൻ കിട്ടി. അങ്ങനെ വളരെ സന്തോഷത്തോടെ ഒരു പുതിയൊരു ജീവിതത്തിലേക്ക് ഞാൻ കാലെടുത്ത് വെച്ചു. ഞാൻ പ്രീ ഡിഗ്രിക്ക് കോഴിക്കോടാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യത്തെ മാസങ്ങളൊക്കെ വളരെ നോർമലായി സന്തോഷമായിട്ട് പോകുന്നു. പിന്നീട് നല്ല കൂട്ടുകാരെ കിട്ടുന്നു, നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 25 കിലോമീറ്റർ യാത്ര ചെയ്താണ് കോളേജിൽ പോകുന്നത്. അപ്പൊ രാവിലെ ഇറങ്ങുന്നു, കുറെ കൂട്ടുകാരെ കിട്ടുന്നു, പുതിയ പുതിയ ബന്ധങ്ങളാവുന്നു, പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് കാലെടുത്ത് വരുന്നു. അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാൻ പതുക്കെ പതുക്കെ കോളേജ് പഠനത്തിൽ നിന്നും ഇങ്ങനെ വിട്ടുമാറാൻ തുടങ്ങി. എൻ്റെ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ എഴുതാൻ നേരം എനിക്ക് അറ്റൻഡൻസ് വളരെ കുറവായിരുന്നു. ആ സമയത്ത് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, കോളേജിന്റെ ബസ്സിൽ കയറി കോളേജ് പടിക്കൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കോളേജിലോട്ട് ഞാൻ പോകുന്നില്ല. ക്യാൻറ്റീനിൽ പോയി എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക, അടുത്ത കൂട്ടുകാരെ കൊണ്ട് ഇങ്ങനെ കറങ്ങാൻ പോവുക എന്നുള്ള ലെവലായിരുന്നു. അങ്ങനെ എങ്കിലും ആ സമയത്ത് ഞാനിങ്ങനെ കൂട്ടുകാരുടെ കൂടെ പോകുന്ന സമയത്ത് ഉള്ളിന്റെ ഉള്ളിൽ ഒരു ദൈവവൈദ്യനാണെന്നുള്ളൊരു ബോധം എനിക്കുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ യാഥാസ്ഥിക കുടുംബത്തിൽ വളർത്തപ്പെട്ടു, ചർച്ച് കാര്യങ്ങളിലെല്ലാം പോയി. അപ്പൊ അതൊക്കെ ഉള്ളിൽ ഒരു ബന്ധക്കോസുകാരനാണ് അല്ലെങ്കിൽ ഒരു വിശ്വാസിയാണെന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. അങ്ങനെ കൂട്ടുകാരൊക്കെ കൂടി അങ്ങനെ ഇവര് ഒരു ദിവസം ഇവരെല്ലാരും കൂടി ഒരു മദ്യപിക്കാൻ വേണ്ടി പോയി. അപ്പൊ എന്നെയും കൂടി കൂട്ടിക്കൊണ്ട് പോയി. അപ്പൊ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു കൂടെ വന്നിരുന്നാ മതി. അങ്ങനെ വന്നിരുന്നു. അവരുടെ കൂടെ അവര് മദ്യപിക്കുന്നു, ഞാൻ കൂടെ ഒരു കോള കുഴിച്ച് ഇരിക്കുന്നു. അങ്ങനെ 1-2 ദിവസം അങ്ങനെ പോയി. പിന്നീട് ഒരു ചെറിയ ടേസ്റ്റ് നോക്കാൻ എനിക്ക് തരുന്നു. ആ ഒരു സ്റ്റാർട്ടിങ് ഒരു പൂർണ്ണ മദ്യപാനിയിലേക്ക് എന്നെ മാറ്റി. അതായത് ഡെയിലി
അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 4-5 ദിവസമെങ്കിലും മദ്യപിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് എനിക്ക് മാറേണ്ടി വന്നു. ആ കൂട്ടത്തിൽ പുകവലി ശീലമായി. ഞാനതൊക്കെ വളരെ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവാണ്. പുകവലി ശീലമായി. അങ്ങനെ ആയപ്പോൾ പിന്നീട് സിനിമ കാണുക അതെന്റെ ഒരു വീക്ക്നെസ് ആയി മാറി. അന്നത്തെ കാലത്ത് ചൊവ്വാഴ്ച ദിവസങ്ങളിലെ മനോരമ പത്രം ഇറങ്ങും, അതിനകത്ത് ഉണ്ടാവും ആ ആഴ്ച പുതിയ റിലീസായ പടങ്ങൾ. ഇത് ഞാന് നോക്കി എഴുതി വെക്കും, ഏതൊക്കെ തിയേറ്ററിൽ ഏതൊക്കെ പടങ്ങൾ. അപ്പം എന്റെ ടാർഗറ്റ് ഈ ആഴ്ച തീരുന്നതിന് മുമ്പ് ഈ പടങ്ങളെല്ലാം കണ്ടു തീർക്കുക. അപ്പൊ അങ്ങനെ ആ സമയത്ത് എന്റെ ഉള്ളിലെ ആഗ്രഹം എന്ന് പറയുന്നത് എത്രത്തോളം സിനിമ കാണാൻ പറ്റുമോ അത്രയും സിനിമ കാണും. ഞാൻ ഒരു ദിവസം 3 പടങ്ങൾ വരെ കണ്ട സന്ദർഭങ്ങളുണ്ട്. ഭയങ്കര അഡിക്റ്റ് ആയിരുന്നു ഞാൻ ഈ മൂവിയിൽ. അത് ഇന്ന ഭാഷയെന്നൊന്നുമില്ല, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, തമിഴ്, ഏത് ഭാഷയാണെങ്കിലും തിയേറ്ററിൽ പോയിരുന്ന് പടം കാണുക എന്നുള്ളത് എൻ്റെ ഒരു ആവേശമായിരുന്നു. അപ്പൊ അങ്ങനെ എന്റെ ജീവിതം പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ ആയപ്പം മദ്യത്തിലും പുകവലിയിലും സിനിമയിലുമായിട്ട് മാറി. അങ്ങനെ പ്രീ ഡിഗ്രി ഫൈനൽ ഇയർ എക്സാം എഴുതേണ്ട സമയം വന്നപ്പം എന്റെ കോളേജിലേക്ക് എന്നെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, ജോബിന് ഈ പ്രാവശ്യം എക്സാം എഴുതാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ കാരണം ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു, ജോബിന് അറ്റൻഡൻസ് ഇല്ല. അപ്പൊ അന്ന് ഞാൻ ചോദിച്ചു, സാറേ അറ്റൻഡൻസ് ഇല്ല എന്ന് പറഞ്ഞപ്പം, അല്ല ഒരു എക്സാം എഴുതാൻ ഒരു മിനിമം അറ്റൻഡൻസ് വേണം. അപ്പൊ ആ മിനിമം അറ്റൻഡൻസ് ഇല്ലെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു എത്ര അറ്റൻഡൻസ് ഉണ്ട്? എന്നോട് പറഞ്ഞത് ഒരു വർഷം നിനക്ക് 18 അറ്റൻഡൻസ് ആണുള്ളത്. അപ്പൊ 18 അറ്റൻഡൻസ്. എന്നിട്ട് അതൊരു അച്ഛനായിരുന്നു അന്നത്തെ കോളേജ് പ്രിൻസിപ്പൾ. അച്ഛൻ പറഞ്ഞു, ഈ 18 അറ്റൻഡൻസും ഇവൻ കോളേജിൽ കയറിയിട്ട് കിട്ടിയൊന്നുമല്ല, സ്പോർട്സ് ഡേ, ആനുവൽ ഡേ, ആ ഡേ ഈ ഡേ എന്നൊക്കെ പറഞ്ഞ് കുറെ കിട്ടി വന്നതാണ് ഈ 18 അറ്റൻഡൻസ്. അപ്പൊ 18 അറ്റൻഡൻസ് കൊണ്ട് മോൻ എക്സാം എഴുതാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം പിതാവിനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പൊ അന്ന് എന്റെ പിതാവ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാണ്. ഞാൻ പഠിക്കുന്ന കോളേജ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അണ്ടറിലുള്ള ഒരു കോളേജാണ്. അവിടുത്തെ ലെക്ചേഴ്സിനെ എല്ലാം എന്റെ പിതാവ് പഠിപ്പിച്ചു വിട്ട പല സ്റ്റുഡൻസ് അവിടെ ലെക്ചേഴ്സ് ആയിട്ടുണ്ട്. പിതാവിന്റെ കൂടെ പഠിച്ച പലരും അവിടെ പ്രൊഫസേഴ്സ് ആയിട്ടുണ്ട്. ഇങ്ങനെയുള്ളവരുടെയൊക്കെ മുന്നില് പിതാവിനെ വിളിച്ചുകൊണ്ട് ചെല്ലുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു പ്രശ്നമാണ്. പക്ഷെ നിവൃത്തിയില്ല, അവര് പിതാവിനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. പക്ഷെ ആ ഒരു കാര്യം എന്റെ HOD, അതായത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്, ഞാൻ ഡിപ്പാർട്ട്മെന്റ് ഹെഡിന് എന്റെ പിതാവിനെ നന്നായിട്ട് പേഴ്സണലി അറിയാം. അദ്ദേഹം പിതാവിനെ കോണ്ടാക്ട് ചെയ്തു, ഇങ്ങനൊരു കാര്യമുണ്ട്, വന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് കണ്ടു. അപ്പൊ പ്രിൻസിപ്പൾ പറഞ്ഞു, സാറിന് എന്തായാലും അറിയാലോ ഈ യൂണിവേഴ്സിറ്റി പ്രൊസീജിയേഴ്സ് എന്താണെന്നൊക്കെ. അപ്പം റെക്കോർഡുകൾ എടുത്ത് കാണിച്ചു കൊടുത്തപ്പം 18 അറ്റൻഡൻസ് എനിക്കുള്ളൂ. എന്നോട് പിതാവ് ചോദിച്ചു, നീ 18 അറ്റൻഡൻസ് നീ ബാക്കി ദിവസങ്ങൾ എവിടാ പോയെ? അപ്പൊ എനിക്ക് പറയാൻ പറ്റത്തില്ല സിനിമയ്ക്ക് പോയതാണെന്നോ കാര്യങ്ങൾക്ക് പോയതോ ഒന്നും പറയാൻ പറ്റത്തില്ല. എന്നാലും ഒരു കാരണം പറയാൻ എന്റെ മുന്നിലില്ല. അങ്ങനെ അന്ന് ചുരുക്കം പറഞ്ഞാൽ ഫാദർ കുറെ റെക്കമെൻഡ് ചെയ്ത് നോക്കി, പക്ഷെ നിവൃത്തിയില്ല. അങ്ങനെ എനിക്ക് പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ എക്സാം എഴുതാൻ കഴിഞ്ഞില്ല. ആ വർഷം പ്രീ ഡിഗ്രി എക്സാം പോയി. പക്ഷെ അന്നേരവും എന്റെ ഉള്ളിൽ ഈ പഠനത്തെ കുറിച്ചുള്ള ചിന്തകൾ പോയി, ഭാവിയെ കുറിച്ചുള്ള ചിന്ത പോയി. എനിക്ക് മാക്സിമം ഈ ലോകത്തിൽ കിട്ടുന്ന സുഖവും സന്തോഷവും അനുഭവിക്കുക. അപ്പൊ ആ കാലത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങളെല്ലാം ചെയ്ത് പൈസ ഉണ്ടാക്കുക, പൈസ ഉണ്ടാക്കി സിനിമ കാണുക, മദ്യപിക്കുക, പുകവലിക്കുക, ഇതായിരുന്നു എന്റെ സ്വപ്നം. അപ്പം വീണ്ടും അടുത്ത ഇയർ എഴുതാൻ വേണ്ടി എന്നെ ഒരു പ്രൈവറ്റ് കോളേജിൽ കൊണ്ട് ചേർത്തു. അപ്പം അന്ന് ചേർത്ത് നല്ല സെക്യുലർ കോളേജിലായിരുന്നു. വീണ്ടും പ്രൈവറ്റ് കോളേജിൽ ചേർത്ത് കുറച്ചുകൂടി കേറിയില്ല. അങ്ങനെ ഇരുന്നപ്പം ഈ നമുക്കിപ്പോ ഡെയിലി ഞാൻ കോളേജിൽ പോണ സമയത്ത് എനിക്ക് കിട്ടുന്നത് വണ്ടിക്കൂലിക്കുള്ള പൈസയും പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനുള്ള പൈസയും എല്ലാം കൂടി അന്നത്തെ കാലത്ത് ഒരു 50 രൂപയുണ്ട്. അപ്പൊ എന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ അന്ന് നമുക്ക് ഈ സ്റ്റുഡൻസ് ഐഡന്റിറ്റി കാർഡ് പ്രൈവറ്റ് കോളേജിൽ എന്നെ കൊണ്ട് ചേർത്തത് മുഖാന്തരം എനിക്ക്
സ്വാതന്ത്ര്യം കൂടി. അപ്പം എങ്ങനെയെങ്കിലും ഈ കാര്യങ്ങൾ ചെയ്യാൻ പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു മൈൻഡ് എനിക്ക് വന്നു. ആ സമയത്ത് വീട്ടിൽ നിന്ന് കിട്ടുന്ന ഈ 50 രൂപയും കൊണ്ട് ഞാൻ കൂട്ടുകാർ കൂടെ കൂടി ഒരുമിച്ച് പൈസ ഷെയർ ചെയ്തിട്ട് ഈ കാര്യങ്ങൾ നടത്തുന്നു. പക്ഷെ ആവശ്യങ്ങൾ കൂടി വരുന്നു. അതുകൊണ്ട് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു സ്ഥിതി വന്നപ്പോൾ പല രീതിയിൽ ഞാൻ അതിനുള്ള കാര്യങ്ങൾ ചെയ്തു. അതിൽ ഒരു കാര്യം മാത്രം ഞാനൊന്ന് പറയാം. അന്നത്തെ കാലത്ത് ഈ പ്രൈവറ്റ് ലോൺ കൊടുക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഈ വണ്ടിയൊക്കെ മേടിക്കാൻ വേണ്ടി പ്രൈവറ്റ് ആയിട്ട് ലോൺ കൊടുക്കുന്നവരുണ്ട്. അപ്പൊ ഈ ലോൺ കൊടുക്കുന്ന ആൾക്കാരുടെ മന്ത്ലി ഉള്ള പൈസ അടയ്ക്കാതെ വരുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെ പ്രത്യേകിച്ച് ഈ വണ്ടിക്ക് മേടിക്കാൻ വേണ്ടി പലരും ഈ ലോൺ എടുത്തിട്ട് CC എന്ന് പറയും. നമ്മുടെ നാട്ടിൽ CC അടയ്ക്കാതെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ CC അടയ്ക്കാതെ വരുന്ന ആൾക്കാരുടെ വണ്ടി നമ്മൾ CC ചെയ്തുകൊണ്ട് വരണം. അപ്പൊ അത് അന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ വഴി എനിക്കൊരു കോണ്ടാക്ട് കിട്ടിയത്, ഇങ്ങനൊരു വണ്ടി നമ്മൾ CC ചെയ്ത് ഇവര് പറയുന്ന സ്ഥലത്ത് കൊണ്ട് വണ്ടി കൊടുത്താൽ എനിക്ക് അന്നത്തെ കാലത്ത് 2500 രൂപയും കിട്ടും, ഒരു ഫുൾ ബോട്ടിൽ മദ്യവും കിട്ടും. അപ്പം ഇതിന്റെ റിസ്ക് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ വണ്ടി എടുത്ത് കൊണ്ടുവരിക എന്നുള്ളത്, വണ്ടി അവരുടെ കയ്യിൽ നിന്ന് എടുക്കുക എന്നുള്ളത് എന്റെ റിസ്ക് ആണ്. തിരിച്ച് ഇവർ പറയുന്നിടത്ത് കൊണ്ടുവിടുക എന്നുള്ളത് എന്റെ റിസ്ക്. ഇതിനുള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്കൊന്നും ആരും ഉത്തരവാദിയായിരിക്കത്തില്ല. അപ്പം അന്ന് എനിക്കൊരു ഫസ്റ്റ് ടാർഗറ്റ് തന്നത് ഒരു ടാക്സി ജീപ്പ്. ആ ജീപ്പ് വണ്ടിക്കാരൻ ഇതുപോലെ CC അടയ്ക്കാതിരുന്നപ്പം ആ വണ്ടി അവരുടെ ടാക്സി സ്റ്റാൻഡിൽ നിന്ന് ആ വണ്ടി എടുക്കണം, ആ വണ്ടി കൊണ്ടുവന്ന് ഇവർ പറയുന്ന സ്ഥലത്ത് വിടണം. അത് എനിക്ക് വേണേ, ഞാൻ ഒരാളായിട്ട് വേണേ പോവാം, അല്ലെങ്കിൽ 10 പേരെ കൂട്ടി വേണേ പോവാം, എങ്ങനെ പോയാലും അത് എന്റെ ഇഷ്ടമാണ്. അപ്പൊ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും ഈ ഒരു ഉദ്യമം ഏറ്റെടുത്തു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അവിടെ ചെന്നു. ടാക്സി സ്റ്റാൻഡാണ്. ടാക്സി സ്റ്റാൻഡിൽ ചെന്ന് നമ്മൾ ഈ വണ്ടി എടുക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ടാക്സിക്കാർ എങ്ങനെ ഇടപെടും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. ഏതെങ്കിലും തരത്തിൽ ഒരു പാളിച്ച വന്നു കഴിഞ്ഞാൽ ജീവനോടെ അവിടുന്ന് പോരാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ നിന്നു. ആ വണ്ടി ഒരു ഓട്ടം വിളിച്ചു. ഈ വണ്ടി ഞങ്ങൾ സ്പോട്ട് ചെയ്തു. ആ വണ്ടി ഓട്ടം വിളിച്ചിട്ട് ആ വണ്ടിയിൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് വണ്ടിക്കാരനോട് പറഞ്ഞു, ഒന്ന് വാഷ്റൂമിൽ പോകാൻ വേണ്ടി വണ്ടി എവിടെയെങ്കിലും നിർത്താവോ എന്ന് ചോദിച്ചു. അപ്പൊ ഒരു പാടത്തിന്റെ സൈഡാണ്. അടിക്കൂടി റോഡും 2 സൈഡിൽ പാടമാണ്. ആ പാടത്തിന്റെ സൈഡിൽ വണ്ടി നിർത്തിയപ്പോ വണ്ടി അവൻ നിർത്തി. ആ ഡ്രൈവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയും അയാളെ ഒരൊറ്റ തള്ളിന് ഞാൻ ആ പാടത്തോട് തള്ളിയിട്ടു. ആ വണ്ടി എടുത്തുകൊണ്ട് ഞാനും എൻ്റെ കൂട്ടുകാരനോട് അവിടുന്ന് പോകും. അതൊരു മരണപ്പാച്ചിലായിരുന്നു അന്ന്. കാര്യം എന്തു സംഭവിക്കാന്നുള്ളതാണ്. ആ മരണപ്പാച്ചിലിന്റെ വണ്ടി കൊണ്ട് ഇട്ടു. അവർ പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി കൊടുത്തു. ചാവി അവരെ ഏൽപ്പിച്ചു. അവിടുന്ന് ഒരു ബോട്ടില് മദ്യവും 2500 രൂപയും മേടിച്ച് വീട്ടിൽ പോയി. 2 ദിവസം ഞാൻ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയില്ല. കാരണം ഉള്ളിലെ ഭയം, എന്ത് സംഭവിക്കുന്നുള്ളത്. പക്ഷേ അത് എൻ്റെ ലൈഫിൽ 2 പ്രാവശ്യം ഞാൻ അങ്ങനെ അറ്റംപ്റ്റ് എടുത്തു. പക്ഷെ പിന്നീട് ഒരു വിഷയത്തിലോട്ട് പോകുമെന്ന് അറിഞ്ഞപ്പോ ഞാൻ ആ ഒരു സൈഡ് മാറി. പക്ഷെ നമ്മുടെ ഈ 2500 രൂപ മേടിക്കുന്നു, ഒരു ബോട്ടിൽ മദ്യം കിട്ടുന്നു, അതുകൊണ്ട് എന്റെ ആവശ്യം, എന്റെ ചിന്തകളും കാര്യങ്ങളും ആഗ്രഹങ്ങളും നടക്കുന്നുണ്ട്. മറ്റു കാര്യങ്ങളൊന്നും പോകുന്നില്ല. ഇങ്ങനെ മുന്നോട്ട് പോവാണ്. അങ്ങനെ ഈ ഒരു ഉദ്യമം ഞാൻ വേണ്ടാന്ന് വെച്ചു. കാരണം അതിന്റെ പല രീതിയിൽ അതിന്റെ പ്രതികൂലങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ ഞാനത് വേണ്ടാന്ന് വെച്ചു. പിന്നീട് അടുത്ത ഒരു ടാർഗറ്റ് എനിക്ക് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം നമ്മുടെ ഉള്ളിലെ ആഗ്രഹം പൈസ ഉണ്ടാക്കുന്നു. അപ്പം പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ വരും. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരാൾ വഴി ഒരു കോണ്ടാക്ട് വന്നു. കോയമ്പത്തൂരിൽ നിന്നും കഞ്ചാവ് കടത്തി കോഴിക്കോട് കൊണ്ടുവന്ന് കൊടുക്കുകയാണെങ്കിൽ 10,000 രൂപ കിട്ടും. അപ്പം ഇതിന്റെ ഒരു റിസ്ക് എന്ന് പറഞ്ഞാല്, നമ്മളിപ്പോ കോയമ്പത്തൂർ ചെന്ന് ഈ സാധനം കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആരാ തരുന്നതെന്ന് നമുക്കറിയത്തില്ല. നമ്മുടെ കയ്യിൽ സാധനം വന്നു കഴിഞ്ഞാൽ ആ സാധനം കോഴിക്കോട് എവിടെ കൊണ്ട് ഏൽപ്പിക്കണമെന്നുള്ളതും നമുക്കറിയില്ല.
ആ കൊണ്ട് ഏൽപ്പിക്കുന്നവരെ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന സാധനത്തെ ആരെങ്കിലും ഒറ്റുകൊടുത്താൽ ഇത് മുഴുവൻ നമ്മുടെ പെടലേക്ക് വീഴും. എങ്കിലും കിട്ടുന്ന രൂപ 10,000. അപ്പൊ റിസ്ക് ഒന്നും നമ്മൾ ചിന്തിച്ചില്ല. ആദ്യത്തെ ഒരു ഉദ്യമം ഏറ്റെടുത്തു. അന്ന് ഞാൻ കൂട്ടിനാരെയും വിളിച്ചില്ല, ഒറ്റയ്ക്ക് തന്നെ പോയി. അങ്ങനെ ഞാൻ കോയമ്പത്തൂർ ചെന്നു. പരിചയമില്ലാത്ത ഒരാള്, മുഖം മറച്ചൊരു വ്യക്തി എന്റെ കൊണ്ടുവന്ന് ഒരു പാക്കറ്റ് തന്നു. ആ പാക്കറ്റ് ഞാൻ ബാഗിലിട്ടു, വണ്ടി കയറി. എന്നോട് പറഞ്ഞു, കോഴിക്കോട് ഇന്ന സ്ഥലത്ത് ഒരു പോസ്റ്റ് ബോക്സ് ഉണ്ട്, ആ പോസ്റ്റ് ബോക്സിന്റെ സൈഡിൽ ഒരു കല്ല് വെച്ചിട്ടുണ്ട്, ആ കല്ലിനടിയിൽ ഒരു കുഴിയുണ്ട്, ആ കുഴിക്കകത്ത് കൊണ്ട് വെച്ചാൽ മതി. അങ്ങനെ എന്റെ കയ്യിൽ ബാഗിൽ ഈ സാധനം വന്ന് പിന്നെ എന്റെ മനസ്സ് കിടന്നിങ്ങനെ പിടയ്ക്കുക, എന്ത് സംഭവിക്കുന്നു. കാരണം ട്രെയിനിൽ കയറുമ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്ന ആൾക്കാരെ നമുക്ക് ഭയം, നമ്മളെ ഒരാൾ നോക്കുമ്പോൾ പോലും നമ്മുടെ ചിന്ത എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ നോക്കുന്നുള്ളതാണ്. അങ്ങനെ ജീവിതത്തിൽ ഇതുപോലൊരു റിസ്ക് ഞാൻ എടുത്തിട്ടില്ല. ആ സാധനമായിട്ട് ഞാൻ കോഴിക്കോട് വന്നു. കോഴിക്കോട് ഈ പറഞ്ഞ അതേ സ്ഥലത്ത് കുഴി കൊണ്ടുവച്ചു. അന്ന് വൈകിട്ട് ആരാന്നറിയത്തില്ല, എന്റെ കയ്യിൽ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് 10,000 രൂപ തന്നു. പക്ഷേ ഇത് പറയാനുള്ള കാരണം, ഇത്രയും റിസ്ക് എടുക്കുന്ന സമയത്തും എനിക്കതിന്റെ ഭവിഷ്യത്തുകൾ അറിയുന്നില്ലെങ്കിലും ഈ ഭവിഷ്യത്ത് അറിയുന്ന ഒരു ദൈവം അന്നും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇപ്പൊ ചിന്തിക്കുമ്പോ അന്നത്തെ ആ സമയങ്ങളിലെല്ലാം ദൈവം കരുതിയോണ്ട് മാത്രമാണ് ഇന്നും ജീവനോട് ഇവിടെ ഇരുന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് വഴിയൊരുങ്ങുന്നത്. കാരണം ഇതേ ഏർപ്പാട് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയെ ഞാൻ പിന്നീട് അറിഞ്ഞതാണ്. ഇതേ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയെ ഒരാൾ ഒറ്റിക്കൊടുത്ത് അവൻ ജീവപര്യന്തം ജയിലിൽ കിടക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് അവൻ പുറത്തിറങ്ങിയോന്ന് എനിക്കറിയത്തില്ല. ഞാനീ പറയുന്നത് ഏകദേശം 20-25 വർഷത്തിന് മുമ്പുള്ള കഥയാണ്. അപ്പൊ ജീവപര്യന്തം ഇതേ കാര്യം ഞാൻ ചെയ്ത അതേ സ്ഥലത്ത് ഇതേ രീതിയിൽ ചെയ്ത വ്യക്തിയെ ഒറ്റിക്കൊടുത്ത് ജീവപര്യന്തം തടവിലാക്കപ്പെട്ട ഒരു അവസ്ഥയാണ്. അപ്പൊ അവിടെ നിന്നെല്ലാം ജീവിതം മുന്നോട്ട് പോകുന്നു. ജീവിതത്തെ കുറിച്ച്, ഭാവിയെ കുറിച്ചുള്ള ചിന്തകളൊന്നുമില്ല. അങ്ങനെ മദ്യത്തിന്, കഞ്ചാവിന്, സിനിമ, ഇങ്ങനെയുള്ള രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. എന്റെ പ്രീ ഡിഗ്രി രണ്ടാമത് എഴുതാൻ പറ്റിയില്ല. വീണ്ടും പരീക്ഷ എഴുതാൻ പറ്റാതെ അടുത്ത പരീക്ഷ എഴുതി, പ്രീ ഡിഗ്രി എഴുതി. എവിടേക്കോ എങ്ങനെയൊക്കെയോ നമ്മള് ജയിച്ചു പോകുന്നു എന്ന് പറയാം. വീണ്ടും ഡിഗ്രിക്ക് കയറി. അങ്ങനെ ഡിഗ്രി പഠനത്തിലെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഈ ഒരു ലൈഫ് സ്റ്റൈലായിരുന്നു എന്റെ മുന്നോട്ടുള്ളത്. പക്ഷെ അതേ സമയത്ത് മറുഭാഗത്ത് എന്റെ പിതാവ് ഇതൊന്നും അറിയാതെ നോർത്ത് ഇന്ത്യയിൽ സുവിശേഷ വേലയിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത്, എന്നെ കുറിച്ച് സ്വാതന്ത്ര്യം തന്നു വളർത്തിയത് കൊണ്ട് ഒരുപാട് ചിന്തിച്ചില്ല. പക്ഷെ ഞാൻ വീട്ടിൽ അന്നും ഇന്ന് എങ്ങനെയാണോ അതുപോലെ തന്നെ അന്ന് വീട്ടിൽ. വീടിന്റെ വെളിയിലോട്ട് ഗേറ്റ് കിടന്ന് പുറത്തിറങ്ങി ഞാൻ മറ്റൊരു വ്യക്തിയാവുക. അങ്ങനെ ജീവിതം മുന്നോട്ട് പോയി. എന്റെ പഠനകാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്താണ് എനിക്ക് വിദേശത്തേക്ക് പോകാനുള്ളൊരു വഴി ഒരുങ്ങി. എന്റെ 23-ാമത്തെ വയസ്സിൽ എനിക്ക് വിദേശത്ത് പോകാനുള്ളൊരു സാഹചര്യം ദൈവം ഒരുക്കി തന്നു. ഞാൻ ഈ വിദേശത്ത് പോകാൻ എന്റെ സാഹചര്യം ഒരുങ്ങുന്നതിന് മുമ്പ് ഒരു ദിവസം കുറച്ചു നാളത്തേക്ക് ഭാഷ പഠിക്കാൻ വേണ്ടി എന്നെ ഗുജറാത്തിൽ പറഞ്ഞു വിട്ടായിരുന്നു. ഗുജറാത്തിൽ പറഞ്ഞിട്ട് അവിടെ ഒരു വീട്ടിൽ ഒരു പ്രാർത്ഥനയ്ക്ക് ഇരുന്നപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യം എന്റെ സാക്ഷ്യത്തിന്റെ അവസാനത്തേക്ക് വരുമ്പോൾ ഈ ഒരു കാര്യമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ അങ്ങ് പറയുന്നത്. ഈ ഗുജറാത്തിൽ മീറ്റിംഗ് ഇരുന്നപ്പോൾ ഒരു ദൈവദാസൻ എന്നോട് ഒരു ദൂത് പറഞ്ഞു, ചില നാളുകൾക്കുള്ളിൽ വിദേശത്ത് പോകാനുള്ളൊരു വഴി ദൈവം ഒരുക്കും. ആ വിദേശത്ത് പോയി കഴിഞ്ഞാൽ 7 വർഷം വിദേശത്ത് നിനക്ക് ജോലി ചെയ്യാൻ പറ്റും. 7 വർഷം കഴിയുമ്പോൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി, പൂർണ്ണ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങണം. ഈ ഒരു കണ്ടീഷനോടുകൂടി ഞാൻ പറഞ്ഞു. ഈ ദൂത് ഞാൻ കേട്ടു. അപ്പൊ ഈ രണ്ടാമത് പറഞ്ഞ പോർഷൻ എന്റെ മനസ്സിൽ അധികം കയറിയില്ല. ആദ്യം പറഞ്ഞ പോർഷൻ മാത്രമാണ് ഞാൻ കയറുന്നത്. കാരണം ഞാനിത് കേൾക്കുന്നത് 21-22 വയസ്സ് സമയത്താണ്.
ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച് അന്നത്തെ കാലത്ത് വിദേശത്ത് ഗൾഫിലേക്ക് പോകാന്ന് പറയുന്നത് ഒരു വലിയ സ്വപ്നമായിരുന്നു. അപ്പൊ ഈ രണ്ടാമത്തെ കാര്യം ഞാൻ മറന്നു. ആദ്യത്തെ കാര്യത്തിൽ മാത്രം ഊന്നൽ കൊടുത്തു. 21-ാമത്തെ വയസ്സിൽ ഞാൻ വിദേശത്തേക്ക് കടന്നുപോയി. ഏതാണ്ട് 6 മാസം ഞാൻ അവിടെ ജോലി അന്വേഷിച്ച് നടന്നു. എനിക്ക് 6-ാം മാസം നല്ലൊരു ജോലി കിട്ടി. പക്ഷെ ഞാൻ ഈ ജീവിച്ചുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ എനിക്ക് ഗൾഫിൽ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കാരണം എന്നെ കൊണ്ടുപോയത് എൻ്റെ ഫാമിലിയിൽപ്പെട്ട ചിലരായിരുന്നു. അപ്പൊ അവരുടെ പൂർണ്ണ ഉത്തരവാദിത്വത്തിലാണ് എന്നെ അവിടെ കൊണ്ടുപോയത്. അപ്പൊ എനിക്ക് അവിടെ ഈ പരിപാടികളൊന്നും ചെയ്യാൻ പറ്റും. പിന്നെ ഗൾഫിൽ ഈ പറഞ്ഞ പോലെ നമ്മള് വിചാരിക്കുന്ന പോലെ അല്ല, കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട് അതുകൊണ്ട് അതൊരു ഒരു വളരെ എന്താ പറയുക, ഒരു റിസ്ക് ഉള്ള ഇതായിരുന്നു. കാരണം മുന്നോട്ട് പോകാൻ ഈ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകാൻ മുന്നോട്ട് പോകാതിരിക്കാനും വയ്യ എന്നുള്ള ഒരു അവസ്ഥയില്ല. അതെങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് പോയി 6 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ദൈവം ഒരു ജോലി തന്നു. ആ കമ്പനിയിൽ എനിക്ക് അത്യാവശ്യം തരക്കേടില്ലാത്ത സാലറിയിൽ ഞാൻ ജോലി ചെയ്യാൻ 7 വർഷം ഞാൻ ആ ഒരൊറ്റ കമ്പനിയിൽ വർക്ക് ചെയ്തു. ആ കമ്പനി വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് പ്രത്യേകിച്ച് യാതൊരു കുഴപ്പങ്ങളും ഇല്ല. സാധാരണ ഒരു മനുഷ്യൻ ജീവിക്കുന്ന പോലെ എല്ലാ രീതിയിലും സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറി പോകുന്നുണ്ട്. എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് നടന്നു പോകുന്നു. അങ്ങനെ 6 വർഷം അതായത് ആ കമ്പനിയിൽ 6 വർഷമായപ്പോൾ എന്റെ വിവാഹം നടക്കുന്നു. ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ മുണ്ടക്കയത്ത് എന്നതാണ്. മുണ്ടക്കയം സ്വദേശിയായ ലീന എന്ന് പറയുന്ന പ്രിയപ്പെട്ടവളാണ് എൻ്റെ ഭാര്യ. പുള്ളിക്കാരി ഒരു നേഴ്സാണ്. ഒരു നേഴ്സിനെ ആഗ്രഹിച്ചു, ഒരു നേഴ്സിനെ തന്നെ കല്യാണം കഴിച്ചു. അങ്ങനെ എനിക്ക് ഒരു ആഗ്രഹം, ഒരു വാശി ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ ഭാര്യ ഒരിക്കലും നാട്ടിൽ നിർത്തി ഗൾഫിൽ പോയി ചെയ്യാന്നുള്ളൊരു ആഗ്രഹം, എനിക്ക് കൂടെ കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം. അങ്ങനെ കല്യാണം കഴിഞ്ഞ് 3-ാം മാസം ഞാൻ അവളെ ഗൾഫിൽ കൊണ്ടുവരാൻ ദൈവം സഹായിച്ചു. അങ്ങനെ സന്തോഷമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. കുഴപ്പങ്ങളൊന്നുമില്ല. ജോലിയെല്ലാം വളരെ ഭംഗിയായിട്ട് പോകുന്നു. അങ്ങനെ 7-ാമത്തെ വർഷം കറക്റ്റ് കംപ്ലീറ്റ് ആയപ്പോ എനിക്ക് പെട്ടെന്ന് മറ്റൊരു കമ്പനിയിൽ നിന്ന് ഒരു ഓഫർ ലെറ്റർ എനിക്ക് വരികയാണ്. ആ ഓഫർ ലെറ്ററിൽ കുറച്ചുകൂടി നല്ല സാലറി, കുറച്ചുകൂടി ജോലിയിൽ ഒരു വ്യത്യാസമുള്ളത്. അപ്പൊ ഈ സമയം വരെ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ യാതൊരു കുഴപ്പമില്ല. അവരുടെ എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ആ കമ്പനിയായിട്ട് യാതൊരു പ്രശ്നമില്ല. ഭംഗിയായിട്ട് കാര്യങ്ങൾ നടക്കുമ്പോഴാണ് ഈ ഒരു ഓഫർ വരുന്നത്. അപ്പോ ഞാൻ ചിന്തിച്ചത് ഇങ്ങനെയാണ്, 7 വർഷമായിട്ട് ഒരു കമ്പനി വർക്ക് ചെയ്യുന്നു. അപ്പൊ ആരായാലും ഒരു പുതിയൊരു സാഹചര്യത്തെ കുറിച്ച് ചിന്തിക്കും. അപ്പൊ ആ സാഹചര്യത്തിലെ കുറിച്ച് നോക്കാമെന്ന് ചിന്തിച്ച് ഞാൻ ആ കമ്പനിയായിട്ട് സംസാരിക്കുന്നു. ആ കമ്പനിയിൽ അവരെനിക്ക് ജോലി വാഗ്ദാനം ചെയ്യുന്നു. എനിക്ക് ഓഫർ ലെറ്റർ അവർ അയച്ചു തരുന്നു. അങ്ങനെ ഞാൻ ഈ കമ്പനിയിൽ റെസിഗ്നേഷൻ കൊടുക്കും. എന്നോട് ഈ കമ്പനി ചോദിച്ചു, അത്യാവശ്യം ഉണ്ടോ ഇപ്പൊ ഇവിടുന്ന് മാറണ്ടേ? അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കൊരു നല്ലൊരു ഓഫർ കിട്ടിയപ്പോൾ മാറുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ കമ്പനിയിൽ നിന്നും റെസിഗ്നേഷൻ എടുത്ത് കൊടുത്ത് റെസിഗ്നേഷൻ മേടിച്ച് പുതിയ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്തു. ഞാൻ ഇവിടുന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, ആ ഒരു തീരുമാനം എടുത്തത് മുതൽ എന്റെ ലൈഫിനകത്ത് കാര്യങ്ങളെല്ലാം പതുക്കെ പതുക്കെ മാറാൻ തുടങ്ങി. ഞാൻ ആ കമ്പനിയിൽ ജോയിൻ ചെയ്തു. ഏകദേശം 1 വർഷത്തോളം കാര്യങ്ങൾ നന്നായിട്ട് നടന്നു. എനിക്ക് ശമ്പളം കിട്ടുന്നുണ്ട്. 1 വർഷം 8 മാസം 8-9 മാസം ശമ്പളമൊക്കെ കറക്റ്റായിട്ട് കിട്ടി. അടുത്ത ആ ഒരു മാസമായപ്പോ എനിക്ക് ശമ്പളം അവർ തന്നില്ല. അപ്പൊ എന്നോട് ഞാൻ ശമ്പളം ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, നമുക്ക് കുറച്ച് ഫണ്ട് വരാനുണ്ട്. അപ്പൊ ഫണ്ട് വന്നു കഴിയുമ്പോൾ ഇതും കൂടി ചേർത്ത് അങ്ങ് തരും. 1 മാസത്തെ കാര്യമല്ല, കുഴപ്പമില്ല. ഇത് 1 മാസമായി, 2-ാമത്തെ മാസമായി, അപ്പോഴും ഇതേ കാര്യങ്ങൾ പറയുന്നു. 3-ാമത്തെ മാസമായി. അപ്പൊ എന്നോട് ഇവർ പറയുന്നത് ഒരു കുറച്ച് എമൗണ്ട് വരാനുണ്ട്, അതിന് പേരിലാണ്. അങ്ങനെ 3 മാസം ശമ്പളം തരാതിരുന്നു. 3-ാമത്തെ മാസം അവർ എനിക്ക് ഈ 3 മാസത്തെ ശമ്പളത്തിന്റെ പകുതി തന്നു. അപ്പൊ ഞാനോട് നോക്കി, കുഴപ്പമില്ല, അടുത്ത മാസത്തെ കാര്യങ്ങൾ ശരിയായിക്കോളും.
ചുരുക്കത്തിൽ ഇങ്ങനെ ഒരു വർഷത്തോളം കണ്ടിന്യൂ ചെയ്തു. ഒരു വർഷത്തോളം കണ്ടിന്യൂ ചെയ്തപ്പോൾ എനിക്ക് സാലറി കിട്ടാതെ അവസാനം ഒരു ബൾക്ക് എമൗണ്ട് അവരെനിക്ക് തരേണ്ട സ്ഥിതിയിലായി. പിന്നീട് അന്നേരത്തേക്ക് എൻ്റെ വൈഫ് പ്രഗ്നന്റ് ആയി. അപ്പൊ ജീവിത സാഹചര്യങ്ങളും ചെലവുകളും മുന്നോട്ട് പോകുന്നു, പക്ഷെ ശമ്പളം കിട്ടാതാവുന്നു. അങ്ങനെ ഇരുന്നപ്പം ഞാൻ 2 വർഷം അവിടെ വർക്ക് ചെയ്തു. ഞാൻ ഇവരോട് പറഞ്ഞു, എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഇങ്ങനെ, നിങ്ങൾ എങ്ങനെയെങ്കിലും എനിക്ക് പൈസ തരണം, ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ജോലി നോക്കാന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, ഇല്ല, അത് എങ്ങനെ കാര്യങ്ങൾ ഒരുപാട്, അവരുടെ ബോസ് വന്ന് സംസാരിക്കുന്നു, അവർ വന്ന് സംസാരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ. പിന്നെയും നോക്കി, 1 മാസം നിന്നു, പക്ഷെ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകുന്നില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ റിസ്ക് ആണ്. കാരണം വൈഫിന്റെ ഡെലിവറി എടുത്തു വരുന്നു, ഇനി ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാനെന്നാ വേറെ ജോലി നോക്കാം. വേറെ ജോലി നോക്കിയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് മാറിക്കൊള്ളാം, കാരണം നിങ്ങൾക്കും അത് റിസ്ക് ആണ്. അപ്പൊ അവര് പറഞ്ഞു ശരി, നോക്കിക്കൊള്ളാൻ പറഞ്ഞു. അപ്പൊ ആ സ്ഥലത്തെ നിയമപ്രകാരം ഒരു വ്യക്തി മറ്റൊരു കമ്പനിയിൽ നിന്നും പുതിയൊരു കമ്പനിയിലേക്ക് മാറി ജോയിൻ ചെയ്യുമ്പോൾ വിസ മാറ്റിയെടുക്കുക, ഒരു റിലീസ് പേപ്പർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഈ റിലീസ് പേപ്പർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ കമ്പനിയും ആ കമ്പനിയിൽ വർക്ക് ചെയ്ത വ്യക്തികളും തമ്മിൽ യാതൊരു തരത്തിലുള്ള ഇടപാടുകൾ പെൻഡിങ് ഉണ്ടാകാൻ പാടില്ല. അങ്ങോട്ടോ ഇങ്ങോട്ടോ കൊടുക്കാനുള്ള കാര്യങ്ങളെല്ലാം കൊടുത്ത് രണ്ടുപേരും സൈൻ ചെയ്ത് കൊടുക്കുന്ന പേപ്പറാണ് റിലീസ് പേപ്പർ. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ആ കമ്പനിയിൽ തരാനുണ്ടെങ്കിൽ ഞാൻ സൈൻ ചെയ്യത്തില്ല, ഞാൻ എന്തെങ്കിലും കമ്പനിക്ക് കൊടുക്കാറുണ്ടെങ്കിൽ കമ്പനി സൈൻ ചെയ്തു. അപ്പൊ എന്റെ മനസ്സിലെ ഒരു ചിന്ത, പുതിയ കമ്പനിയിലേക്ക് റെസിഗ്നേഷൻ വെച്ച് പുതിയ കമ്പനിയിലേക്ക് റിലീസ് മേടിക്കുമ്പോൾ ഓഫ് കോഴ്സ് ആ കമ്പനി കിട്ടാനുള്ള പൈസ എല്ലാം എനിക്ക് തരും, സൈൻ ചെയ്യാം എന്നുള്ള തീരുമാനത്തിൽ ഞാൻ അവിടെ നിന്ന് ഓഫർ ലെറ്റർ മേടിക്കുന്നു. അപ്പൊ എന്റെ പാസ്പോർട്ട് ഓൾറെഡി പഴയ കമ്പനിയിൽ ഇരിക്കുക. അപ്പൊ ഞാൻ റിലീസ് ലെറ്റർ സൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി അവിടെ ചെന്നപ്പോ ആ കമ്പനിയുടെ ബോസും കമ്പനിയുടെ മാനേജേഴ്സ് എല്ലാം ഇരുന്നിട്ട് എന്റെ മുന്നിലേക്ക് ഒരു പേപ്പർ വെച്ചു തന്നു. എന്നോട് പറഞ്ഞു, ഈ പേപ്പറിൽ സൈൻ ചെയ്തിട്ട് പാസ്പോർട്ട് എടുത്തുകൊണ്ട് പോക്കണം. അപ്പൊ ഞാൻ ആ പേപ്പർ വാങ്ങിച്ചു നോക്കിയപ്പോ അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഈ കമ്പനിയിൽ നിന്നും ഈ വ്യക്തിക്ക് യാതൊന്നും ലഭിക്കാനുള്ളതായിട്ടില്ല, ഈ വ്യക്തിയിൽ നിന്നും കമ്പനിക്കും യാതൊന്നും ലഭിക്കാനില്ല, എല്ലാ കാര്യങ്ങളും സെറ്റിൽ ചെയ്തു എന്നുള്ളൊരു പേപ്പറാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല, എനിക്ക് ഇത്രയും എമൗണ്ട് ഇവിടുന്ന് തരാനുണ്ടല്ലോ, അത് കിട്ടാതെ എങ്ങനെ സൈൻ ചെയ്യുന്നത്? അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പൈസ തരാനില്ല. ഞാൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ലല്ലോ, റിലീസ് ലെറ്റർ ഞാൻ സൈൻ ചെയ്യത്തില്ല. അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾക്ക് സൈൻ ചെയ്യണമെങ്കിൽ ചെയ്യാം, ചെയ്യണമെങ്കിൽ ചെയ്യണ്ട, ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പാസ്പോർട്ട് ഞങ്ങളുടെയിലാണ്, ഞങ്ങൾ വിസ ക്യാൻസൽ ചെയ്ത് നിങ്ങളെ നാട്ടിൽ കയറ്റി വിടുന്നു. അത് വല്ലാത്തൊരു അവസ്ഥയാണ്. കാരണം വൈഫ് എന്റെ ഡിപ്പെൻഡന്റ് വിസയിലാണ് നിൽക്കുന്നത്, പ്രഗ്നന്റ് ആയിരിക്കുന്നു. അപ്പൊ എന്റെ വിസ ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും നാട്ടിൽ പോകേണ്ടി വരും. പിന്നെ മുന്നിൽ കാര്യങ്ങളെല്ലാം ചിന്തിച്ച് വല്ലാത്ത അവസ്ഥ. ഞാൻ അവിടെ 1 മണിക്കൂറോളം നിന്ന് അവരുടെ കാല് പിടിച്ച് സംസാരിച്ചിട്ട് പോലും ഈ പേപ്പർ സൈൻ ചെയ്യാതെ എനിക്ക് പാസ്പോർട്ട് തരില്ല എന്നുള്ള ലെവലായി. അങ്ങനെ എന്റെ കൂട്ടുകാരോടും അവരോടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇനിയിപ്പോ നീ അത് നോക്കിയിട്ട് കാര്യമില്ല, കാരണം നമുക്ക് വലുത് പാസ്പോർട്ടാണ്. ഒരു വിദേശ രാജ്യമാണ്, ഈ വിദേശ രാജ്യത്ത് വന്നിട്ട് നമുക്ക് പാസ്പോർട്ട് നമ്മുടെ പോയി കഴിഞ്ഞാൽ അതിന് നടക്കുക. പുതിയൊരു കാര്യം ചെയ്യാം, പൈസ പോട്ടത്തങ്ങ് വെക്ക്, സൈൻ ചെയ്തെങ്കിൽ പോരാൻ പറഞ്ഞു. ഏകദേശം ഇന്ത്യൻ മണി വെച്ച് നോക്കുമ്പോൾ ഒരു 3 ലക്ഷത്തിന് മേളിൽ പൈസ ഉണ്ടാവും. ഞാനത് കരഞ്ഞുകൊണ്ട് അവരുടെ മുന്നിൽ നിന്ന് സൈൻ ചെയ്ത് ആ പാസ്പോർട്ട് എടുത്തുകൊണ്ട് പോകുന്നു. അപ്പോ ഈ 3 ലക്ഷം രൂപ എനിക്ക് ഈ കമ്പനിയിൽ നിന്ന് കിട്ടാനിരിക്കുമ്പോൾ തന്നെ ഈ 3 ലക്ഷം രൂപയ്ക്ക് ഞാൻ കടക്കാരനാണ്. കാരണം ആ ഒരു വർഷത്തോളം ഞാൻ അവിടുന്ന് ഇവിടുന്ന് എല്ലാം കടവും മേടിച്ച് അങ്ങനെയൊക്കെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പൊ എന്റെ മനസ്സിൽ ഇന്നല്ലെങ്കിൽ നാളെ ഈ പൈസ കിട്ടുമെന്നുള്ള ചിന്തയിലാണ്. അപ്പൊ അതോടുകൂടി ആ ഒരു സമയത്തോടുകൂടി ഞാനൊരു കടക്കാരനായി മാറുകയാണ്. അങ്ങനെ കമ്പനി ചെല്ലുന്ന കാര്യങ്ങളൊക്കെ ശരിയാവും, അടുത്ത കമ്പനിയിലോട്ട് ജോയിൻ ചെയ്ത്, നല്ലൊരു കമ്പനിയാണ്, ഗവൺമെന്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പൊ കാര്യങ്ങളൊക്കെ റെഡിയാവും. എങ്കിലും വിശ്വാസത്തോടെ ആ കമ്പനിയിൽ ജോയിൻ ചെയ്തു, കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അവിടെ ശമ്പളത്തിനൊന്നും കുഴപ്പമില്ല. അപ്പൊ പതുക്കെ
ഞാൻ ഈ എന്റെ കടത്തിൽ നിന്ന് ഇങ്ങനെ കയറി വരാമെന്നുള്ള ചിന്തയിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു. അന്നേരത്തേക്ക് എനിക്കൊരു കുഞ്ഞുണ്ടായി. ചെലവുകൾ കൂടുന്നു, കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു. അപ്പൊ എങ്കിലും ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കോണ്ടിരിക്കുക. അങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ഒരു വർഷം തികഞ്ഞായിട്ടില്ല, ഞാൻ ആ വർക്ക് ചെയ്തിരുന്ന സ്ഥലത്തു നിന്നും എന്നെ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലോട്ട് മാറ്റി, മറ്റൊരു പ്രോജക്റ്റിലേക്ക് മാറ്റി. ശമ്പളം എല്ലാം ചെയ്യുന്ന പ്രോജക്റ്റ് മാറിയെന്നേ ഉള്ളൂ. ആ പ്രോജക്റ്റിലേക്ക് മാറി അവിടെ ഒരു 3 മാസം ആ പ്രോജക്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞങ്ങളുടെ ക്ലറിക്കൽ അസിസ്റ്റന്റ് വന്നിട്ട് പറയാണ്, നിങ്ങളുടെ ID കാർഡ് അല്ലെങ്കിൽ തരാൻ പറഞ്ഞു. അപ്പൊ അത് ഞങ്ങൾക്കൊരു കമ്പ്യൂട്ടർ ആക്സസ് കാർഡ് ഉണ്ട്, ഞങ്ങളുടെ കമ്പനി ID കാർഡ് ഉണ്ട്. അപ്പൊ ഞാനതെല്ലാം കൊടുത്തു. വേറെ എന്തെങ്കിലും ആവശ്യത്തിനാന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നാളെ മുതൽ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്ന വരെ ഇങ്ങോട്ട് വരണ്ട, വീട്ടിൽ ഇരുന്നാൽ മതി, ശമ്പളം കിട്ടുമെന്ന് പറഞ്ഞു. ശമ്പളം കറക്റ്റ് വന്നോളും, കാരണം കമ്പനിയിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ഇവരുടെ ഈ മറ്റൊരു കമ്പനിയുടെ ഒരു തയ്യപ്പ് പ്രോജക്റ്റ് ആയിരുന്നു. ആ തയ്യപ്പ് പ്രോജക്റ്റ് ഒന്ന് ലൈസൻസ് അല്ല കോൺട്രാക്ട് ഒക്കെ ഒന്ന് ക്ലിയർ ആകുമ്പോൾ നിങ്ങളെ വിളിക്കും, അതൊരു വീട്ടിൽ ഇരുന്നോളാൻ പറഞ്ഞു. ഞാൻ ചെയ്തത് വളരെ നല്ല കാര്യം, സുഖമായിട്ട് വീട്ടിലിരിക്കാൻ, മാസം ശമ്പളം കിട്ടുന്നു. അങ്ങനെ ഞാൻ വീട്ടിലിരുന്നു. ഒരു മാസം കഴിഞ്ഞു, ആ മാസത്തെ ശമ്പളം വന്നു. 2-ാം മാസം കഴിഞ്ഞു, 2-ാം മാസം ശമ്പളം വന്നു. 3-ാം മാസമായപ്പോ എന്നോട് കമ്പനി പറഞ്ഞു, ഈ കമ്പനി ബാങ്ക്രപ്റ്റ് ആയിപ്പോയി, അപ്പൊ പ്രോജക്റ്റ് നഷ്ടപ്പെട്ടു, ഇനി നിങ്ങൾ എത്രയും പെട്ടെന്ന് മറ്റേതെങ്കിലും കമ്പനിയിൽ ജോലിക്ക് കയറണം. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ബ്രേക്കേജ് വന്നു. ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാത്തൊരവസ്ഥയായിപ്പോയി. കാരണം വളരെ നല്ല ഒരു കമ്പനി, ഒരു കാരണവശാലും അതിന് ഒരു ഇതുപോലത്തെ ഒരു ബ്രേക്കേജ് ഉണ്ടാവാൻ ഒരു സാധ്യതയില്ലാത്തൊരു കമ്പനിയാണ്. കാരണം ആ കമ്പനിയുടെ MD എന്ന് പറയുന്നത് ആ രാജ്യത്തെ സ്പീക്കറാണ്. ആ രാജ്യത്തിന്റെ സ്പീക്കർ ആയിരിക്കുന്ന വ്യക്തിയുടെ കമ്പനി ബാങ്ക്രപ്റ്റ് ആവുക എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ നടക്കാത്തൊരു സംഭവമാണ്. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഇതിപ്പോ ഇങ്ങനെ എന്തുകൊണ്ട് സംഭവിച്ചു? പക്ഷെ എന്നോട് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റും, എത്രയും പെട്ടെന്ന് വിസ മാറ്റുക. അപ്പൊ ഞാൻ അന്വേഷിച്ച് നടന്നു. അടുത്തൊരു തരത്തിൽ ജോലി കിട്ടുന്നു. ഞാൻ ഈ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കമ്പനി വിസ മാറ്റി അടിക്കുന്നു. പക്ഷെ ഞാൻ എടുത്തിരുന്ന ആ ഒരു കമ്പനി പെട്ടെന്ന് എടുത്തൊരു കമ്പനിയാണ്. അപ്പം ആ കമ്പനി എന്താണെന്നോ എങ്ങനെയാണെന്നോ എവിടെയാണെന്നോ ഒന്നും അറിയാത്തൊരു കമ്പനി. എങ്കിലും ഞാൻ വിസ തൽക്കാലം മാറ്റി അടിക്കാതെ കമ്പനി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കമ്പനി മുന്നോട്ട് പോകുന്നു. ഒരു ദിവസം കുറച്ചു പേര് ആ കമ്പനിയിലോട്ട് കയറി വരികയാണ്. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ കമ്പ്യൂട്ടറിൽ ഓഫ് ചെയ്യാൻ പറഞ്ഞു. നമ്മൾ കമ്പ്യൂട്ടറിൽ ഓഫ് ചെയ്തു. അവർ വന്നിരുന്ന ഫയലുകൾ നോക്കുന്നു, അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്സ് നോക്കുന്നു, അത് നോക്കുന്നു. അപ്പം ഞങ്ങൾക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം പറഞ്ഞു, വീട്ടിൽ പൊക്കോ, നാളെ വന്നാൽ മതി എന്ന് പറഞ്ഞു. വീണ്ടും ഞങ്ങൾ അടുത്ത ദിവസം പറയുമ്പോൾ ഇതേ കാര്യങ്ങൾ നടക്കുകയാണ്. ഞങ്ങളോട് ആരും ഒന്നും പറയുന്നില്ല, എന്നാൽ ഞങ്ങൾക്ക് ആർക്കും വർക്ക് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഫയലുകളും പേപ്പറുകളും എല്ലാം എടുക്കുന്നു, കുറെ പേര് അത് കോപ്പി എടുക്കുന്നു, കൊണ്ടുപോകുന്നു. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത്? ഞങ്ങൾ ഈ കമ്പനിയുടെ സ്റ്റാഫ് ആണല്ലോ, അപ്പൊ എന്താണെന്ന് പറയണമല്ലോ. അപ്പൊ അവർ ഞങ്ങളോട് പറഞ്ഞത്, ഈ കമ്പനി നടത്തിക്കൊണ്ടിരുന്നത് 2 സിറിയക്കാരാണ്, സിറിയൻസ്. ഈ 2 പേര് ആ കമ്പനിയിൽ നിന്നും ഏതാണ്ട് കോടിക്കണക്കിന് രൂപ വിലയുള്ള സാധനങ്ങൾ മറിച്ചു വിറ്റിട്ട് രാത്രിക്ക് രാത്രി നാട് വിട്ടു. ആ കമ്പനിയുടെ സ്പോൺസറെ പോലീസ് പിടിച്ച് ജയിലിലടക്കുകയും ചെയ്തു. ഇതൊന്നും സ്റ്റാഫായ ഞങ്ങൾ അറിയുന്നില്ല. അപ്പൊ ഞങ്ങളോട് പറഞ്ഞു, നാളെ പോലും നിങ്ങൾ ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല, കാരണം നിങ്ങൾക്ക് ശമ്പളം തരാൻ ആളില്ല, കമ്പനിക്ക് MD ഇല്ല, ആരുമില്ല, അതുകൊണ്ട് നാളെ പോലെ വീട്ടിൽ ഇരുന്നോളൂ. അപ്പോ വീണ്ടും 3 മാസത്തിനുള്ളിൽ വീണ്ടും അടുത്ത വീട്ടിലിരിപ്പ്. ആ സമയത്തേക്ക് എന്റെ വൈഫ് 2ാമത് പ്രഗ്നന്റ് ആവുന്നു, കുഞ്ഞുണ്ടാവുന്നു, 2 കുഞ്ഞുങ്ങളായി, ചെലവുകൾ മുന്നോട്ട് പോകുന്നു. എന്റെ കടം
കുറയുമെന്ന് വിചാരിച്ചിടത്ത് നിന്ന് വീണ്ടും വീണ്ടും ഇത് കൂടി വന്നു. ഇനിയുള്ള മുന്നോട്ടുള്ള യാത്ര ഭയങ്കര ദുർഘടം പിടിച്ചതാണ്. ഒരു സൈഡിൽ കടഭാരം കയറി നിൽക്കുന്നു, ജോലിയുടെ പ്രോബ്ലംസ്, ഫാമിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം. എങ്കിലും പിടിച്ചു വെച്ച് നിന്നു, അടുത്ത ജോലിക്ക് ഞാൻ ട്രൈ ചെയ്തു. പക്ഷെ ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ടായ എനിക്കും ഞാൻ അടുത്ത ഒരു കമ്പനിയിൽ കൊണ്ടുപോയി എന്റെ CV കൊടുക്കുമ്പോൾ ആരും എന്നെ വിളിക്കുന്നില്ല. ഒരു കമ്പനി എന്നെ വിളിക്കുന്നില്ല. വിളിക്കുന്നവർ പോലും എനിക്ക് ആദ്യം ഞാൻ 7 വർഷം വർക്ക് ചെയ്ത ആ കമ്പനിയിൽ കിട്ടിയ ശമ്പളത്തെക്കാൾ താഴെയുള്ള ശമ്പളമാണ് പറയുന്നത്. അപ്പൊ ഞാൻ ആലോചിച്ചത് ഇത്ര എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ആരും എന്നെ വിളിക്കാതെ. ആ സമയത്തേക്ക് നമ്മള് ഈ സാഹചര്യങ്ങൾ ഇങ്ങനെ മാറി മറിയാൻ തുടങ്ങും, മെന്റലി നമുക്ക് സ്ട്രെസ് കയറാൻ തുടങ്ങും. അപ്പം നല്ലൊരു ജോലി കിട്ടുന്നില്ല, ചെലവുകൾ മുന്നോട്ട് പോകണം. അപ്പം കടം മേടിച്ച വ്യക്തികൾക്ക് എന്റെ സാഹചര്യങ്ങൾ മാറി മറിയാൻ തുടങ്ങിയത് അറിഞ്ഞപ്പോൾ ഇവര് പ്രഷർ കൂട്ടാൻ തുടങ്ങി. കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് മനസ്സിലായി ഇനി അങ്ങോട്ട് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ കിട്ടുന്ന മാക്സിമം മേടിക്കുക എന്നുള്ളതല്ല, ഇവരുടെ ഭാഗത്തു നിന്നുള്ള പ്രഷർ കൂടുന്നു, ജോലി ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യം വരുന്നു. ആകെ ഒരു സ്ട്രെസ്ഫുൾ മൈൻഡിലേക്ക് ഞാൻ പോയി. ഞാൻ പോകാത്ത കമ്പനികളില്ല, സംസാരിക്കാത്ത ആളുകളില്ല, എനിക്ക് ജോലി കിട്ടുന്നില്ല. അപ്പം ജീവിത ചെലവ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ആ സമയത്ത് വൈഫിന് ഒരു ചെറിയ ജോലിയുണ്ട്, പക്ഷെ ആ ഒരു ജോലി കൊണ്ട് ഞങ്ങളുടെ വീടിന്റെ വാടക കൊടുക്കാൻ പറ്റും. അതിൽ കവിഞ്ഞ് മറ്റൊന്നും ചെയ്യാനുള്ള ഇതില്ല. അങ്ങനെ എന്ത് ചെയ്യുമെന്നറിയാത്തൊരവസ്ഥ. വീട്ടിലിരിക്കാൻ തുടങ്ങിയിട്ട് 6 മാസത്തോളം ആയി വരുന്നു, ജോലിയില്ല. വിസ ഉടനെ തീരും, ഈ വിസ ഉടനെ മാറ്റി അടിക്കണം. എന്റെ വിസ അടിച്ചില്ലെങ്കിൽ എന്റെ വൈഫിന്റെയും കുഞ്ഞുങ്ങളുടെയും വിസ ക്യാൻസൽ ആയി പോവും. ഇങ്ങനെയുള്ള ഒരുപാട് എനിക്ക് പുറത്തടിക്കണമെന്നുണ്ടെങ്കിൽ പൈസ കൊടുത്തടിക്കണം, പൈസ കൊടുക്കാനുള്ള പൈസ എൻ്റെ കയ്യിലില്ല. അങ്ങനെ മാനസികമായിട്ട് ഞാൻ വളരെയധികം പിരിമുറുക്കത്തിലൂടെ കടന്നു പോകാൻ തുടങ്ങി. ഈ പിരിമുറുക്കത്തിലൂടെ കടന്നു പോയപ്പോ നമ്മുടെ ലൈഫിൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് നമുക്ക് തന്നെ അറിയുന്നില്ല. ഞാനൊരു കടം മേടിക്കാവുന്നിടത്ത് നിന്നെല്ലാം ഞാൻ കടം മേടിച്ചു. തരാൻ പറ്റുന്നവരെല്ലാം എനിക്ക് തന്ന് സഹായിച്ചു. ഇനി ഒരാളോട് എനിക്ക് ചോദിക്കാനില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോ എന്റെ ഫോൺ കോളുകൾ പലരും അറ്റൻഡ് ചെയ്യാതായി. ഞാൻ വിളിക്കുന്ന കോളുകൾ പലരും ഇഗ്നോർ ചെയ്ത് കളയുന്നു. ഞാൻ വിളിക്കുന്ന പലരും എന്നോട് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്കറിയാം അടുത്ത ചോദ്യം പൈസയ്ക്ക് വേണ്ടിയാണെന്നുള്ളത് അറിയാം. അതുകൊണ്ട് പലരും ആദ്യം തന്നെ ഈ കാര്യങ്ങൾ അങ്ങ് ബ്ലോക്ക് ചെയ്യും. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ദിവസം എന്റെ കൂട്ടുകാരനെ ഞാൻ വിളിച്ചു. അപ്പൊ അദ്ദേഹത്തിന് അറിയാം ഞാൻ പൈസ കൊടുക്കാൻ മേടിക്കാം. അവൻ ഫോൺ എടുത്തു ഉടനെ എന്നോട് പറഞ്ഞൊരു കാര്യം, ജോബിനെ ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. ഞാൻ ചോദിച്ചു എന്തു പറ്റി? എനിക്ക് കുറച്ച് പൈസ കടന്നു തരാമോ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു. അപ്പൊ പിന്നെ ഞാൻ തിരിച്ചു പുള്ളിയോട് ചോദിക്കില്ല എന്നുള്ള ലെവൽ. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ചെന്നുപെട്ടു. ചോദിക്കുന്നവർ കടന്നു തരാനില്ല, എന്ത് ചെയ്യുമെന്ന് അറിയാത്തൊരു, കയ്യിൽ ആ ഒരു പൈസ ഇല്ലാത്തൊരവസ്ഥ. 2 കുഞ്ഞുങ്ങള്, ഭാര്യ, വീട്ടിലെ സ്ട്രെസ് കൂടാൻ തുടങ്ങി. അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു ദിവസം എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, എന്റെ ഇളയ മോൻ അന്ന് 2 വയസ്സ് പ്രായം, അവന്റെ പാലിന്റെ പൗഡർ കഴിഞ്ഞു, പൗഡർ മേടിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വെളിയിൽ ഇറങ്ങി നോക്കിയപ്പോൾ എന്റെ പോക്കറ്റിൽ പൗഡർ മേടിക്കാനുള്ള പൈസ എന്റെ കയ്യിലില്ല. അപ്പൊ ഞാൻ സ്വയം ചിന്തിക്കുകയാണ്, എന്റെ കുഞ്ഞിന് ഒരു പാല് മേടിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു പിതാവ് എന്തൊരു പിതാവാ. കരയുന്ന ഒരു കുഞ്ഞിന് പാല് മേടിച്ചു കൊടുക്കാൻ കഴിയത്തില്ലെങ്കിൽ ഞാൻ പിതാവായിട്ടിരിക്കാൻ യോഗ്യനല്ല, ഞാനൊരു കുടുംബനാഥനായിട്ടിരിക്കാൻ യോഗ്യനല്ല. അപ്പൊ എന്റെ മനസ്സിൽ പറയും ഞാൻ അത്ര ഫെയിലിയർ ആയി തുടങ്ങി. ഞാൻ ജീവിതത്തിൽ ആർക്കും വേണ്ടാത്തൊരു മനുഷ്യനായി തുടങ്ങി. എന്റെ കുടുംബത്തിൽ നിന്ന് എന്റെ ഭാര്യ പോലും എന്നോട് പറയാൻ
തുടങ്ങി, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ജീവിക്കണേ? നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ നിങ്ങൾ എന്തിന് കല്യാണം കഴിച്ചു? കഴിവില്ലേ നിങ്ങൾ എന്തിന് കുഞ്ഞുങ്ങളെ സൃഷ്ടിച്ചു എന്നൊക്കെ ചോദിക്കുന്ന ഒരു ലെവലിൽ വരെ എത്തി. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഈ കുഞ്ഞിന് പാല് മേടിക്കാൻ വേണ്ടി ഞാൻ കടയിൽ ചെന്ന് നിൽക്കുക. അപ്പം സൂപ്പർ മാർക്കറ്റിന്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോഴും എന്റെ ഉള്ളിലൊരു ചിന്ത, ഞാൻ എന്തിനിവിടെ നിൽക്കണം? പണമില്ലാത്തിടത്ത് ഞാൻ എന്തിനു നിൽക്കണം? ഞാനത് പറയാൻ കാരണം, നമ്മുടെ ചില പർട്ടിക്കുലർ സാഹചര്യത്തിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതാണ് ഞാനൊന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ആ സ്റ്റോറിന് ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുക. അങ്ങനെ ഇരുന്നപ്പോ എന്റെ ഒരു കൂട്ടുകാരൻ ആ സൈഡിൽ കൂടി സ്റ്റോറിലോട്ട് കയറി പോയപ്പോ എന്നോട് ചോദിച്ചു, എന്താ ഇവിടെ നിൽക്കുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു, സാധനം മേടിക്കാൻ വേണ്ടി വന്നാ. അപ്പൊ പുള്ളി എന്റെ തോളയിൽ ഇങ്ങനെ കൈ ഇട്ടിട്ട് എന്നെ കൂട്ടിക്കൊണ്ട് ഇങ്ങനെ കയറുക. അപ്പൊ ഞാൻ എന്നോട് തന്നെ ചോദിക്കുക, ഞാൻ എന്തിനാ ഈ കടയിൽ കയറുന്നത്? അപ്പൊ എനിക്ക് ഇവരോട് പറയാൻ പറ്റത്തില്ല. ഞാൻ ഇവന്റെ കൂടെ കടയിലോട്ട് കയറി. പുള്ളി ഇങ്ങനെ സാധനങ്ങൾ എടുത്തിടും, ഞാൻ ഇവന്റെ കൂടെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ പോകുന്നു. അങ്ങനെ കൗണ്ടറിന്റെ അടുത്ത് എത്താറായപ്പം എന്നോട് ചോദിച്ചു, നീ സാധനം എടുക്കുന്നില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു, കുഞ്ഞിന് പാൽപ്പൊടി എടുക്കാനാണ്. അപ്പൊ എന്നോട് എടുക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എടുത്തു. ഈ ക്യൂവിൽ ഇങ്ങനെ നിൽക്കും, ഈ വ്യക്തിയുടെ പുറകിലാണ് ഞാൻ നിൽക്കണം. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുക, ദൈവമേ, ഈ സാധനം പിടിച്ചോണ്ട് ഞാൻ ആ കൗണ്ടറിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ അവിടെ എന്ത് പറയും? ഇനി എന്റെ മുന്നിൽ നിൽക്കുന്ന എന്റെ കൂട്ടുകാരൻ എനിക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ നാണക്കേടല്ലേ? അപ്പൊ ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഞാൻ ഇവിടെ അങ്ങനെ നിന്നപ്പോ അദ്ദേഹത്തിന്റെ കൗണ്ടറിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ സാധനം വെച്ചു. അപ്പോൾ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. സാധനം ഇങ്ങനെ അവരിങ്ങനെ ബില്ല് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്നോട് ചോദിച്ചു, നിന്റെ കയ്യിൽ ഈ ഒരു പൗഡറേ ഉള്ളൂ? അപ്പൊ ഇത് മാത്രമേ ഉള്ളൂ. എന്നാൽ അതിങ്ങനെ തരും, ഞാൻ ഇതും കൂടി ഇതിന്റെ ബില്ലിന്റെ കൂടെ നടത്തേക്കാന്ന് പറഞ്ഞു. അങ്ങനെ ആ ബില്ലിന്റെ കൂടെ എന്റെ പാൽപ്പൊടിയുടെ ബില്ലും അദ്ദേഹം കൊടുത്തു. ഞാൻ ആ പാൽപ്പൊടിയായിട്ട് വീട്ടിൽ വന്നു. ആ വ്യക്തിയും അറിഞ്ഞില്ല, ആ കടയിലുള്ള ആരും അറിഞ്ഞില്ല. എന്റെ അവസ്ഥ ഞാനും ദൈവവും മാത്രമാണ്. ഞാൻ പറഞ്ഞത്, നമ്മൾ ചിന്തിക്കും നമ്മുടെ കൂടെ ആരും ഇല്ല, ആരും സഹായിക്കാനില്ല. ആ സമയത്തും കൂടെ നിൽക്കുന്ന ഒരാളുണ്ട്, അത് നമ്മളെ സൃഷ്ടിച്ച ദൈവം മാത്രമേ ഉള്ളൂ. അത് ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞത്. ആ ഒരു സാഹചര്യം കഴിഞ്ഞ് അപ്പൊ എന്റെ മനസ്സിലൊരു ചിന്തയായി, ഞാൻ ഫെയിലിയർ ആണെന്നുള്ളത്. അപ്പൊ പിന്നെ ഞാനിങ്ങനെ മുന്നോട്ട് എത്ര നാൾ പോകും? ഇപ്പൊ മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിനെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ പറഞ്ഞു. മുന്നോട്ട് പോവാൻ പറ്റില്ല എന്നൊരവസ്ഥയിൽ എത്തിക്കഴിഞ്ഞപ്പോ നമ്മുടെ ഉള്ളിൽ അടുത്ത ചിന്തകൾ ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പൊ ഞാൻ ചിന്തിച്ചു, എന്റെ മക്കൾക്ക് ഞാൻ നല്ലൊരു അപ്പനല്ല, എന്റെ ഭാര്യയ്ക്ക് നല്ലൊരു ഭർത്താവല്ല, എന്റെ അപ്പനും അമ്മയ്ക്കും നല്ലൊരു മകനല്ല, സമൂഹത്തിന് കൊള്ളാത്തൊരു വ്യക്തി, സഭയ്ക്ക് കൊള്ളാത്തൊരു വ്യക്തി. ഈ ഒരു വ്യക്തി ലോകത്തിന് ഭാരമായിട്ട് എന്തിനിങ്ങനെ ജീവിക്കണം? അപ്പൊ അങ്ങനെ ഇരുന്നപ്പോൾ ചിന്തിച്ച് ഞാൻ സ്വയം ഒരു തീരുമാനം എടുത്തു, ആത്മഹത്യ ചെയ്യാം. അപ്പം നമ്മള് ദൈവത്തിൽ നിന്നും മാറി പിശാചിന്റെ ചിന്തയിൽ ചിന്തിച്ചു തുടങ്ങുമ്പോൾ പിശാച് നമ്മൾ ക്രിയ ചെയ്യാൻ തുടങ്ങും. പിന്നെ നമ്മൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം പിശാചിന്റെ അധീനതയിലായിരിക്കും. അപ്പൊ ഒരു ഭ്രാന്തനെ പോലെ ചിന്തിക്കുന്ന അവസ്ഥയിലായി ഞാൻ. അങ്ങനെ ഇരുന്നപ്പോ ചിന്തിച്ചു, ആത്മഹത്യ ചെയ്യാം. അപ്പൊ അടുത്ത ചിന്ത, എങ്ങനെ ആത്മഹത്യ ചെയ്യും? അപ്പൊ അങ്ങനെ ചിന്തിച്ചു ചില ദിവസങ്ങളിലായിട്ട് മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, ആത്മഹത്യ ചെയ്യണം. ആ സമയത്തും കുടുംബത്തെ കുറിച്ച് ഓർക്കുമ്പോഴും എന്നോട് എന്റെ മനസ്സിൽ പറയാം, ഞാൻ അവർക്ക് ഫെയിലിയർ ആണ്, ഞാൻ ജീവിതം അവസാനിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതം സന്തോഷമായി പോകും. അങ്ങനെ ഫൈനലി ഒരു തീരുമാനം എടുത്തു, ആത്മഹത്യ ചെയ്യാം. പിന്നെ അടുത്തൊരു തീരുമാനം, എങ്ങനെ ആത്മഹത്യ ചെയ്യും? അങ്ങനെ ഇരുന്നപ്പോൾ പല കാര്യങ്ങൾ എന്റെ മുന്നിൽ വന്നു. ആ സമയത്ത് ഏകദേശം ഒരു 3 വർഷത്തോളമായിട്ട് എനിക്ക് ബ്ലഡ് പ്രഷറിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു, ബിപിയുടെ പ്രോബ്ലം. ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം വൈഫ് ജോലിക്ക് പോയി, മോള് സ്കൂളിൽ പോയി, ഇളയ കുഞ്ഞിനെ കൊണ്ടുപോയി ഞാൻ ബേബി സിറ്റിങ്ങിലാക്കി. വീട്ടിലിരുന്നപ്പോ എന്റെ പെട്ടെന്നൊരു മനസ്സിൽ ചിന്ത, ഈ ബിപിയുടെ മെഡിസിൻ അവിടെ ടാബിൽ ഇരിപ്പുണ്ട്. അത് ഞാൻ 40 mg മെഡിസിനാണ് കഴിക്കുന്നത്. ഞാൻ നോക്കിയപ്പോ 23 ടാബ്ലറ്റ് അവിടെ ഇരിപ്പുണ്ട്. ഞാൻ ആ 23 ടാബ്ലറ്റും പൊട്ടിച്ച് കയ്യിലെടുത്ത് ഒറ്റയടിക്ക് അതും കഴിച്ചു. 21 40 mg ടാബ്ലറ്റ് ഞാൻ കഴിച്ചു. ഞാനിങ്ങനെ
ബെഡിൽ ഇങ്ങനെ കിടന്നു. അപ്പൊ അടുത്ത നിമിഷം എന്റെ ചിന്ത, ഞാൻ ഇനി മരിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്കറിയാം എന്റെ കണ്ണിങ്ങനെ ബാക്കോട്ട് ഇങ്ങനെ മറിയുന്നു, വീണ്ടും തിരിച്ചു വരുന്നു, ബാക്കോട്ട് ഇങ്ങനെ മറിയുന്നു, തിരിച്ചു വരുന്നു. അങ്ങനെ ഞാൻ ആ ഒരു കിടത്തത്തിൽ അങ്ങനെ തന്നെ മയങ്ങിപ്പോയി. ഏകദേശം 1 മണിക്കൂറോളം ഞാൻ ഉറങ്ങി. പെട്ടെന്ന് എനിക്ക് വോമിറ്റ് ചെയ്യാനുള്ള ഒരു സെൻസേഷൻ്റെ ഉള്ളിൽ വന്നു. ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നിട്ട് ബാത്റൂമിൽ പോയി ഒരുപാട് അങ്ങ് വോമിറ്റ് ചെയ്തു. ഞാൻ ദൈവനാമത്തിന് വേണ്ടി പറയട്ടെ, ഇന്നും എനിക്കറിയത്തില്ല എൻ്റെ ശരീരത്തിൽ ആ മെഡിസിന്റെ പവർ എവിടെ പോയി എന്നുള്ളത്. ഞാൻ അതിനുശേഷം ഒരുപാട് എൻ്റെ വൈഫിനോട് ഞാൻ ഈ അതിനുശേഷം കുറെ നാളിന് ശേഷം സംസാരിച്ചപ്പോൾ മെഡിക്കൽ ഡോക്ടേഴ്സിന് പോലും അത്ഭുതമാണ് 40 mg 23 മെഡിസിൻ ഒരു മനുഷ്യൻ കഴിച്ചിട്ട് ജീവനോടെ ഇങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത്. അപ്പോ ആദ്യത്തെ അറ്റംപ്റ്റ് ഫെയിലിയർ ആയി. പക്ഷെ മരിക്കാനുള്ള ആഗ്രഹം ഇങ്ങനെ കിടക്കുക. അപ്പൊ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അപ്പൊ പിന്നെ വാശിയായി എങ്ങനെയെങ്കിലും മരിക്കണം. അങ്ങനെ ഞാൻ രണ്ടാമത് അടുത്ത അറ്റംപ്റ്റ് തീരുമാനിച്ചു, ഇനിയിപ്പം ഫെയിലിയർ ആവാൻ പാടില്ല. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഏറ്റവും കഠിനമായിട്ടുള്ളത് തന്നെയാണ്, പലരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, ഈ വെയിൻ കട്ട് ചെയ്താൽ പെട്ടെന്ന് മരിക്കുക എന്നുള്ളത്. അന്ന് ഈ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അടുത്ത ദിവസം വെയിൻ കട്ട് ചെയ്യാനുള്ള പ്ലാനുമായിട്ടിരുന്നു. ഞങ്ങളുടെ താഴത്തെ കടയിൽ പോയിട്ട് ഏറ്റവും പുതിയ ഒരു ബ്ലേഡ് മേടിച്ചുകൊണ്ട് വന്നു. വീട്ടിലിരുന്നു പഴയ പോലെ വൈഫ് ജോലിക്ക്, കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയതിനു ശേഷം ഞാൻ എൻ്റെ ബെഡ്റൂമിലിരുന്നു എൻ്റെ വെയിൻ ഞാൻ കട്ട് ചെയ്തു. ഏകദേശം ഒരു ബ്ലേഡിന്റെ 1/4 ഭാഗം ഇറങ്ങുന്ന രീതിയിൽ എൻ്റെ കൈ ഞാൻ മുറിച്ചു. എൻ്റെ കയ്യിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ പൈപ്പ് തുറന്നു വിട്ട പോലെ രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഈ റൂമിലാവാതിരിക്കാൻ വേണ്ടി എൻ്റെ കൈയുടെ മേലൊരു പ്ലാസ്റ്റിക് ബാഗ് വെച്ചിട്ട് കൈ ഇങ്ങനെ കെട്ടിവെച്ച് ഞാനിങ്ങനെ ബെഡേ കിടക്കുകയാണ്. അപ്പൊ എനിക്കറിയാം എൻ്റെ ഈ കെട്ടിവെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ കനം ഇങ്ങനെ കൂടുന്നുണ്ട്, രക്തം ഇറങ്ങി. അപ്പം ചെറിയൊരു ക്ഷീണവും വരാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഉറപ്പിച്ചു മരിക്കും. അങ്ങനെ ഞാന് കുറച്ചു കഴിഞ്ഞ് ഒരു അരമണിക്കൂറോളം നിന്നു. അപ്പൊ ഒരു ബാഗ്, ഒരു പ്ലാസ്റ്റിക് കവറിന്റെ, ഒരു മീഡിയം പ്ലാസ്റ്റിക് കവറിന്റെ അരഭാഗത്തോളം രക്തമായി. അവസാനം ഞാൻ ആ ബാഗ് എൻ്റെ കയ്യിൽ നിന്ന് മാറ്റി നോക്കിയപ്പം എന്റെ ഈ വെയിൻ കട്ട് ചെയ്തെടുത്തുനിന്ന് ബ്ലഡ് വരുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ കട്ട് ചെയ്ത ഭാഗം ഇങ്ങനെ ഞെക്കി നോക്കി. അതിനകത്ത് ഒരു തുള്ളി ബ്ലഡ് പോലും വരാതെ, നമ്മൾ ഈ മെഡിക്കൽ സയൻസ് ബ്ലഡ് അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെ ഒരു തരി പോലും രക്തം വരാതെ നിൽക്കുക. അപ്പൊ ഞാൻ ആലോചിച്ചത് എന്താ സംഭവിക്കുന്നത്, ഒരിക്കലും വെയിൻ കട്ട് ചെയ്തിട്ട് ബ്ലഡ് വെസൽസ് കട്ട് ചെയ്തിട്ട് പോലും വരുന്നില്ല എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ഞെക്കി നോക്കി, ഒരു രക്ഷയില്ല. അങ്ങനെ ഞാൻ പിന്നെ അവസാനം എന്ത് ചെയ്തു, എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല. ഈ ഒരു കോലത്തിൽ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളും പ്ലാസ്റ്റിക് ബാഗ് എടുത്ത് കെട്ടി നിലയെല്ലാം തുടച്ച് ഞാൻ വെളിയിലിറങ്ങി ഗാർബേജിൽ കൊണ്ടുവന്ന് ബ്ലഡ് ഇട്ടു. അപ്പൊ ഒരു മനുഷ്യന്റെ വാ തുറന്നിരിക്കുന്നത് എന്റെ കൈയുടെ ഭാഗങ്ങൾ തുറന്നിരിക്കുക. എന്നിട്ടും അതിനകത്ത് നിന്ന് ഒരു തരി രക്തം വരുന്നില്ല. ഈ കോലത്തിൽ ഇനിയും കുറച്ച് സമയം കഴിഞ്ഞാൽ എന്റെ വൈഫ് ജോലി കഴിഞ്ഞു. ഈ കോലത്തിൽ അവള് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാവും. ഞാൻ നേരെ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ ചെന്ന് 3 സ്റ്റിച്ച് എന്റെ കൈ കിട്ടു. ഇപ്പോഴും എന്റെ കയ്യിൽ ആ പാട് കിടപ്പുണ്ട്. രണ്ടാമത്തെ അറ്റംപ്റ്റ് അതും ഫെയിലിയറായി. അന്നേരത്തേക്ക് മാനസികമായിട്ട് ഞാൻ വളരെ തകർന്നു. കാരണം മരിക്കാൻ പറ്റുന്നില്ല, ജീവിക്കാൻ പറ്റുന്നില്ല, കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഒരു വ്യക്തിക്ക് ഒന്നെങ്കിൽ മരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ജീവിതം ശരിയാവണം. ഇത് രണ്ടും ഇല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ മെന്റലി ഞാൻ വളരെ ഒരു ഭ്രാന്തനെ പോലെ ഞാൻ റോഡിലൂടെ കരഞ്ഞു നടന്ന ദിവസങ്ങളുണ്ട്. എന്ത് ചെയ്യുമെന്നറിയാതെ. എനിക്ക് പിന്നെ എന്നെ ആശ്വസിപ്പിക്കാൻ ഒരു ഫോൺ കോളോ, എന്നോടൊരു നല്ല വാക്ക് പറയാനൊരു ഫോൺ കോളോ എനിക്കില്ല. എനിക്ക് വരുന്ന ഫോൺ കോള് കടക്കാരുടെ കോളുകൾ, വീടിന്റെ വാടകക്കാരുടെ കോളുകൾ,
ഈ ഒരു കോൾ അല്ലാതെ എന്റെ മൊബൈൽ വേറൊരൊറ്റ കോൾ വരുന്നില്ല. ഞാൻ രാത്രി ഒരുപാട് സ്നേഹിച്ചിരുന്നു. കാര്യം എന്ന് വെച്ചാല് രാത്രി ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും അറിയണ്ടല്ലോ. പക്ഷെ പകലിനെ എനിക്ക് പേടിയായിരുന്നു. നേരം വെളുത്തു കഴിഞ്ഞാൽ ആദ്യം വരുന്ന കോളുകൾ ആരുടെയെങ്കിലും കടക്കാരുടെ ആയിരിക്കും. അല്ലെങ്കിൽ അപ്പൊ ഇങ്ങനെ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു മനുഷ്യന് പറ്റാത്തൊരവസ്ഥ. വീട്ടിൽ സമാധാനമില്ല, മനസ്സിൽ സമാധാനമില്ല, ജോലിയില്ല, ഇങ്ങനെ അവസരം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ ആത്മഹത്യ ചെയ്യാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോ എന്നോട് ഒരു ഒരു മുസ്ലിം സഹോദരൻ എൻ്റെ അടുത്ത് ഒരു ദിവസം ഫോൺ ചെയ്തിട്ട് ചോദിച്ചു, ശോഭന നിന്റെ പ്രശ്നങ്ങളൊക്കെ എന്തായെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നും ആയിട്ടില്ല. ഓക്കെ, എന്താ നിന്റെ പ്ലാൻ? ഞാൻ പറഞ്ഞു ഒന്നും ആയിട്ടില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു. സംസാരിച്ചിട്ട് ആ കുറെ നാളിന് ശേഷം എന്നെ സമാധാനിപ്പിക്കാൻ വിളിച്ച ഒരു കോൾ ആ ഒരു വ്യക്തിയുടെ. അങ്ങനെ ഇരുന്നപ്പോ എന്റെ വിസ തീരുന്ന സമയമായി. അപ്പൊ വിസ തീരുന്നതിന് മുമ്പ് എനിക്ക് വിസ മാറ്റി അടിച്ചേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എന്റെ വിസ പോകും, വൈഫിന്റെ വിസ, കുഞ്ഞുങ്ങളുടെ വിസ പോകും. ഒരു ജോലി കിട്ടാതെ ഒരു സ്ഥലത്തേക്ക് മാറ്റിയടിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇതേ വ്യക്തിയെ തന്നെ ഞാൻ വീണ്ടും വിളിച്ചു. കാരണം സമാധാനിപ്പിക്കാൻ ആകെ ഒരു വ്യക്തി എന്നെ വിളിച്ചു ഞാൻ ഇദ്ദേഹത്തോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, ഇനി ഒരൊറ്റ ഓപ്ഷൻ നിനക്കുണ്ട്. ഈ ഇവിടെ ഒരു ടാക്സി എടുക്കാൻ പറ്റും. ടാക്സി എടുക്കാൻ പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ ഒരു ടാക്സി എടുത്ത് കിട്ടും. നിനക്ക് ടാക്സി ഓടാം. ആ കിട്ടുന്ന പൈസയും കൊണ്ട് നിന്റെ കാര്യങ്ങൾ ഒരുവിധമെങ്കിലും നന്ന് മുന്നോട്ട് പോകും. അയാൾ വിസ അടിച്ചും തരുമെന്ന് പറഞ്ഞു. പിന്നെ ഒന്നും നോക്കിയില്ല. ഞാൻ ആ വ്യക്തിയെ പോയി കണ്ടു. അദ്ദേഹത്തിന്റെ അവിടെ ചെന്ന് ഞാൻ ടാക്സിക്ക് കോൺട്രാക്ട് സൈൻ ചെയ്തു. അവിടുന്ന് പുള്ളി വിസ അടിച്ചു തന്നു, ടാക്സി എടുത്തു. അങ്ങനെ ടാക്സി. അപ്പൊ അതുവരെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് വൈറ്റ് കോളർ ജോബ് ആയിരുന്നു. ഞാൻ എന്നും പോകുന്നത് നല്ല ടൈയും കോട്ടും ഒക്കെ ഇട്ട്. ഞാൻ ആദ്യം വർക്ക് ചെയ്യുന്നത് സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്തു. രണ്ടാമത് ഞാൻ ഡോക്യുമെന്റ് കൺട്രോളർ ആയിട്ട് വർക്ക് ചെയ്തു. പിന്നെ ഞാൻ അഡ്വർടൈസിങ് അക്കൗണ്ട് എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്തു. സെയിൽസ് മാനേജർ ആയിട്ട് വർക്ക് ചെയ്തു. ഇങ്ങനെയുള്ള പ്രൊഫഷണൽ വർക്ക് ചെയ്തൊരു വ്യക്തി പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു ടാക്സി എടുത്ത് റോഡിലോട്ട് ഇറങ്ങുമ്പോൾ സമൂഹം എന്നെ എങ്ങനെ നോക്കിക്കാണും, എന്റെ കുടുംബം എന്നെ എങ്ങനെ നോക്കിക്കാണും, വീട്ടുകാർ എന്നെ, ഇതൊന്നും എനിക്ക് വിഷയമായിരുന്നില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പായിരുന്നു വിഷയം. അങ്ങനെ ഞാൻ ടാക്സി എടുത്തു, റോഡിലിറങ്ങി. പക്ഷേ അവിടുത്തെ ഒരു കോൺട്രാക്ട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സി ഒരു ദിവസം ഈ ടാക്സി എടുത്ത് തന്ന വ്യക്തിക്ക് ഒരു നിശ്ചിത എമൗണ്ട് നമ്മൾ കൊടുക്കണം. അത് ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു എമൗണ്ടാണ്. അതിന് മേളിലോട്ട് എന്ത് കിട്ടിയാലും അതെനിക്ക് യൂസ് ചെയ്യാം. അതിന്റെ കൂടുതൽ വണ്ടിയുടെ പെട്രോൾ അടിക്കണം, വണ്ടിയുടെ മെയിൻ്റനൻസ് ഞാൻ ചെയ്യണം, കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ പലരും അങ്ങനെയാണ് ഓടുന്നത്. പലരും നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് ടാക്സി ഓടി. ഞാൻ ഓടിയിട്ട് എന്നെ സംബന്ധിച്ച് ഞാൻ ടാക്സി ഓടുമ്പോൾ എനിക്ക് ഈ ടാക്സിയുടെ ഓണറിന് കൊടുക്കാനുള്ള പൈസ പോലും എനിക്ക് ഒരു ദിവസം ഓടിയിട്ട് കിട്ടുന്നില്ല. ടാക്സിയുടെ ഓണറിന് കൊടുത്തു കഴിഞ്ഞാലല്ലേ ബാക്കിയുള്ളത് എനിക്ക് കിട്ടുള്ളൂ. അപ്പൊ എന്തായി, വണ്ടി എടുത്തുമ്പോൾ ഈ വ്യക്തിക്ക് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഓടിയിട്ട് കിട്ടുമ്പോൾ തികഞ്ഞില്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും വീണ്ടും കടം മേടിക്കുക, ഇയാളുടെ പൈസ കൊടുക്കുക. ഇതിങ്ങനെ മുന്നോട്ട് പോയപ്പം വണ്ടി ഓടുന്നുണ്ട്, എന്റെ ചെലവിലോട്ടൊന്നും കിട്ടുന്നില്ല, കടം കൂടുകയും ചെയ്യും. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ വൈഫിന്റെയും കുഞ്ഞിന്റെയും വിസ തീരാറായി. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അവരുടെ വിസ പോയി അടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു നിശ്ചിത സംഖ്യ പൈസ കൊടുക്കണം. ഈ പൈസ കൊടുക്കാനുള്ള പൈസ എൻ്റെ കയ്യിലില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു? നിവൃത്തിയില്ല, ഒരു രക്ഷയില്ല. അങ്ങനെ വൈഫിന്റെയും കുഞ്ഞുങ്ങളുടെയും വിസ തീർന്നു. അത് അവരുടെ വിസ അടിക്കാൻ പറ്റാതെ അവര് വിസ ഇല്ലാതെ ആയി. അപ്പം അവിടുത്തെ നിയമപ്രകാരം 6 മാസം വരെ
നമുക്ക് സമയമുണ്ട്. പക്ഷെ 6 മാസത്തിൽ ഓരോ മാസവും ഫൈൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. പക്ഷെ 6 മാസം വരെ നമുക്ക് കേസോ നൂലാമാലകളോ പ്രശ്നങ്ങളോ ഒന്നും വരത്തില്ല. ഫൈൻ അടച്ച് നമുക്ക് അടിക്കാൻ പറ്റും. ഇത് വെച്ചോണ്ട് ഞാൻ എന്തെങ്കിലും അടിക്കാം എന്ന് വെച്ച് ഇങ്ങനെ മുന്നോട്ട് പോയി 6 മാസത്തോളം ഇവരുടെ വിസ ഇല്ലാതായി. 6-ാം മാസം കഴിഞ്ഞു. എന്നിട്ടും എനിക്ക് അടിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇവര് ബ്ലാക്ക് ലിസ്റ്റഡ് ആയി. ആയി കഴിഞ്ഞപ്പം കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. വൈഫിന് ജോലി അടുത്തുള്ളതുകൊണ്ട് വർക്ക് ചെയ്യുന്നവർ അറിഞ്ഞാൽ ഒരിക്കലും അവർ ജോലിക്ക് വെക്കത്തില്ല. റിസ്ക് എടുത്ത് ഇവിടെ ജോലിക്ക് പോകുന്നു, കാര്യങ്ങൾ പോകുന്നു. പക്ഷെ 3 പേരും വിസ ഇല്ലാതിരിക്കുന്നു. അങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് 2019 ഒക്ടോബർ മാസം എന്റെ വിസ അടിക്കേണ്ട സമയമായി. അപ്പം ഈ ടാക്സിയുടെ ഓണറിന് ആണ് വിസ അടിക്കുന്നത്. അദ്ദേഹം എന്റെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോയി. വിസ അടിക്കാൻ ഞാൻ കൂടെ പോയി. പുള്ളി പേപ്പർ എല്ലാം ആയിട്ട് അകത്തോട്ട് പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വെളിയിലോട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു, ജോബിനെ, നിന്റെ പേരിൽ എന്തോ കേസ് കിടപ്പുണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ അങ്ങനെ കേസൊന്നും വരാനൊരു സാധ്യതയില്ല, കാരണം വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. എനിക്ക് എന്ത് കേസ്? അതെന്താന്ന് അറിയത്തില്ല, കേസ് കിടപ്പുണ്ടെന്നാ പറയുമ്പോ. ഞാൻ പറഞ്ഞു, കേസൊന്നും ഇല്ല സാറേ, അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഞാനൊന്നും പെട്ടിട്ടില്ല. അപ്പൊ പുള്ളി പറഞ്ഞു, ഞാൻ ഒന്നുകൂടി പോയി നോക്കട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം അകത്ത് പോയിട്ട് തിരിച്ചു വന്നിട്ട് എന്നോട് ചോദിച്ചു, ഭാര്യയുടെ മക്കളും വിസ അടിച്ചിട്ടില്ലല്ലേ? ഞാൻ പറഞ്ഞു, ഇല്ല സാറേ, അടിക്കാൻ പറ്റിയില്ല. അപ്പൊ അവരുടെ ബ്ലാക്ക് ലിസ്റ്റ് ആയിടത്തോളം കാലം നിന്റെ വിസ അടിക്കാൻ പറ്റത്തില്ല. നീ ഒരു കാര്യം ചെയ്യും, അവരുടെ ബ്ലാക്ക് ലിസ്റ്റ് മാറ്റിയിട്ട് വാ, എന്നിട്ട് നിന്റെ വിസ അടിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ അപ്പൊ എന്ത് ചെയ്യും? പുള്ളി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, വണ്ടി കൊണ്ടുവന്ന് എന്റെ വീട്ടിലിട്ടേര്, എന്നിട്ട് പോയിട്ട് ഈ കാര്യങ്ങൾ ക്ലിയർ ചെയ്തിട്ട് എന്നെ വിളിക്ക്, ഞാൻ വിസ അടിക്കാൻ പോകും. ഞാൻ വണ്ടി കൊണ്ടിട്ടു. വീട്ടിൽ ചെന്നപ്പോ ഞങ്ങൾ 4 പേര് വിസ ഇല്ലാത്തവർ. എനിക്ക് വിസയില്ല, വൈഫിന് വിസയില്ല, 2 കുഞ്ഞുങ്ങൾക്ക് വിസയില്ല. എനിക്ക് ഇവരുടെ വിസ അടിക്കണമെങ്കിൽ പൈസ ഉണ്ടാവും. ഇവരുടെ വിസ അടിച്ചാൽ മാത്രമേ എനിക്ക് വിസ അടിക്കൂ. എനിക്ക് വിസ അടിക്കാതെ ഇനി വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല, ഒരു ജോലി ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്ത് ചെയ്യും? ഇനി മുന്നോട്ടൊന്നും ചെയ്യാനില്ല. എന്ത് ചെയ്യണം എന്നറിയാതിരുന്നു. വീണ്ടും അടുത്ത ചിന്ത വന്നു, ഇനി മുന്നോട്ടില്ല, ആത്മഹത്യ ചെയ്യാം. അങ്ങനെ 3ാമത് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. 2 പ്രാവശ്യത്തെ അറ്റംപ്റ്റ് പാളി, ഇപ്രാവശ്യം പാളി പോകാൻ പാടില്ല. അങ്ങനെ ഞാൻ അവസാനം തീരുമാനിച്ചു, തൂങ്ങിച്ചാവാം. അങ്ങനെ ഞാൻ എൻ്റെ വൈഫിന് എൻ്റെ ഏറ്റവും ഇഷ്ടത്തോടെ മേടിച്ചു കൊടുത്ത ഒരു സാരി എടുത്ത് ഇതുപോലെ ഫാനിൽ കെട്ടി കുരുക്കുണ്ടാക്കി ഞാൻ ഈ കുരുക്കിലേക്ക് തലയിട്ടു. അപ്പൊ എന്റെ മനസ്സിലെ പ്ലാൻ ഇങ്ങനെയാണ്, ബെഡിന്റെ മുകളിൽ സ്റ്റൂൾ വെച്ചു, അതിന്റെ മുകളിൽ കയറി നിന്ന് ഞാൻ ഒരു കുരുക്കിട്ടു, കണ്ണടച്ചിട്ട് 3 കൗണ്ട് ചെയ്യുക, ചാടുക. ഇങ്ങനെയുള്ള പ്ലാനിലെല്ലാം ഫിക്സ് ചെയ്തു, റെഡിയായി. ഞാൻ കുരുക്കിട്ട് കുറെ നേരം ഞാൻ ആ കുരുക്കെ നോക്കി ഇങ്ങനെ ബെഡിൽ കിടന്നു. അത് കഴിഞ്ഞ് വീണ്ടും കയറി കുരുക്കിലോട്ട് തലയിട്ട്. അന്ന് എന്റെ ഫോൺ എന്റെ ബാക്ക് പോക്കറ്റിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഞാനിനെ ലോകത്തുള്ള എല്ലാം നോക്കി, കുഞ്ഞുങ്ങളുടെ ഫോട്ടോ ഉണ്ടായിരുന്നു അത് നോക്കി, വൈഫിന്റെ ഫോട്ടോ നോക്കി, ഇതെല്ലാം നോക്കി, എല്ലാം കണ്ട് ഞാൻ ഇനി കണ്ണടയ്ക്കാൻ പോവാണ്. കണ്ണടച്ച ഇനി ഞാൻ തുറക്കില്ല, ഇനി ഞാൻ ലോകം കാണില്ല എന്നുള്ള ചിന്തയിൽ ഞാൻ കണ്ണടച്ചു. 1, 2, 3 കൗണ്ട് ചെയ്യുക, ചാടുക എന്നുള്ളതാണ്. ഞാൻ കണ്ണടച്ചു. ഞാൻ 1 കൗണ്ട് ചെയ്തു, 2 കൗണ്ട് ചെയ്തു. പെട്ടെന്ന് എനിക്കൊരു ഫോൺ കോൾ വരിക. അപ്പം അന്നേരത്തെ മാനസികാവസ്ഥ ഈ കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. നമ്മളൊരു വല്ലാത്തൊരു ഫ്രസ്ട്രേറ്റഡ് മൈൻഡാണ് ആ സമയത്ത്. അത് അനുഭവിച്ചാലേ അറിയാൻ പറ്റില്ല. എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പം നമ്മൾ പെട്ടെന്ന് പാനിക്കാവും. അപ്പൊ ഞാൻ ഈ ഒരു ഫോൺ കോൾ വന്ന് പെട്ടെന്ന് പാനിക്കായി എന്റെ കയ്യിൽ നിന്ന് മൊബൈൽ ഇങ്ങനെ എടുത്തപ്പം ഒരു വീഡിയോ കോളാണ്. അപ്പൊ ഞാൻ ഈ ഫോൺ ഓൺ ആക്കിയിട്ടില്ല, ഞാൻ പോക്കറ്റിൽ കോൾ ഓൺ ആയപ്പം അയർലൻഡിലുള്ള എൻ്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹം ഒരു വിശ്വാസിയാണ്, ഞങ്ങളുടെ ചർച്ചിലെ എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്താണ്. ജീവിതത്തിൽ ഇന്ന് വരെ
അവൻ എന്നെ വീഡിയോ കോൾ വിളിച്ചിട്ടില്ല. എങ്ങനെയാണെന്ന് അറിയത്തില്ല, എന്റെ കയ്യിൽ നിന്നും ഓട്ടോമാറ്റിക്കലി ഈ ഫോൺ ഓണായി. ഇദ്ദേഹം നോക്കുമ്പോൾ ഞാൻ വീഡിയോ ഓണായി നിൽക്കുന്നു, ഞാൻ കുരുക്കിട്ട് നിൽക്കുന്നതാണ് ഇദ്ദേഹം കാണുന്നത്. അപ്പം ഈ കണ്ട അദ്ദേഹം പെട്ടെന്ന് എന്നോട് ഫോണിൽ കൂടി തന്നെ യേശുവിന്റെ നാമത്തിൽ താഴെ ഇറങ്ങണമെന്ന് പറഞ്ഞു. ഈ പറഞ്ഞതും ഞാൻ ആ കസേരയിൽ നിന്ന് ഒരൊറ്റ വീഴ്ചയായിരുന്നു ബെഡിലോട്ട്. അതെങ്ങനെ വീണുന്നൊന്നും എനിക്കറിയത്തില്ല. ഒരു ശക്തി തള്ളിയിടുന്ന പോലെ. ഉടനെ എന്നോട് പറഞ്ഞു ഫോൺ നേരെ പിടിക്കാൻ പറഞ്ഞു. ഞാൻ ഫോൺ നേരെ പിടിച്ചു. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു ശക്തമായ പ്രാർത്ഥന ഞാൻ കേട്ടിട്ടില്ല. അവൻ ഫോണിൽ കൂടി വളരെ ശക്തമായിട്ടൊക്കെ പ്രാർത്ഥിച്ചു. അതുപോലെ ഞാൻ പറയട്ടെ, ഈ പ്രാർത്ഥന അങ്ങോട്ട് കഴിഞ്ഞപ്പോ എന്റെ ശരീരത്തിൽ നിന്ന് എന്തോ ഒരു സാധനം ഇങ്ങനെ ഇറങ്ങി അങ്ങ് പോകുന്ന പോലെ എനിക്ക് ഫീലായി. അതായത് നമ്മളൊരു വെയിറ്റ് ഉള്ള ഒരു ജാക്കറ്റ് ഇട്ടിട്ട് അത് നമ്മൾ ഊരി അങ്ങ് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലായിരുന്നു എനിക്ക്. ശരീരത്തിൽ നിന്ന് എന്തോ ഒരു സാധനം ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് ഇദ്ദേഹം എന്നോട് ഫോണിലൂടെ കാര്യങ്ങൾ ചോദിക്കുന്നു. അന്നാണ് ആദ്യമായിട്ട് ഈ ഒരു വിഷയം എനിക്ക് ഒരാളോട് ഷെയർ ചെയ്യാൻ പറ്റുന്നത്. ഞാൻ എന്റെ കാര്യങ്ങൾ പറഞ്ഞു. അവൻ പറഞ്ഞു, ജോബിനെ നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ എന്നെ ഒരുപാട് വചനത്തിലൂടെയൊക്കെ ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞു, ദൈവത്താൽ അസാധ്യമായിട്ടൊന്നും കാര്യമില്ല, നമ്മൾ പ്രാർത്ഥിച്ച ദൈവം വഴി തുറക്കും. അത് ഏത് അടഞ്ഞ വഴികളാണെങ്കിലും സ്വർഗം തുറന്നാൽ ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. ഒരുപാട് എന്നെ ആശ്വസിപ്പിച്ചു. എന്നോട് പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം വഴി തുറക്കുമെന്ന് പറഞ്ഞു. അന്ന് മുതൽ ഈ വ്യക്തി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു ചെറിയ സഹായം അദ്ദേഹം എനിക്ക് ചെയ്തെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ പെനി മാത്രമേ ആവുന്നുള്ളൂ. അദ്ദേഹം എങ്കിലും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഏകദേശം ഡിസംബർ മാസം 2019 ഡിസംബർ മാസം ഞാൻ അന്ന് നേരത്തെ പറഞ്ഞ ഒരു മുസ്ലിം സഹോദരൻ വീണ്ടും എന്നെ വിളിക്കാം. എന്നോട് ചോദിച്ചു, ജോബിനെ നിന്റെ വിസയുടെ കാര്യമൊക്കെ എന്തായി? ഞാൻ പറഞ്ഞു, ഒന്നും ആയിട്ടില്ല സഹോദര. ഇപ്പൊ എന്താ നിന്റെ സ്റ്റാറ്റസ്? ഞാൻ പറഞ്ഞു, എനിക്ക് വിസയില്ല, വൈഫിന് വിസയില്ല, കുഞ്ഞുങ്ങൾക്ക് വിസയില്ല. എന്റെ വിസ അടിക്കണമെങ്കിൽ അവരുടെ വിസ അടിക്കണം. അവരുടെ വിസ അടിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് കേസ് മാറ്റും, എന്റെ കേസ് മാറണം. എന്റെ കേസ് മാറിയാൽ അവർക്ക് വിസ അടിക്കും. ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ലോക്കായി കിടക്കുക. ഇതിനെല്ലാം കൂടി ഏകദേശം 7 ലക്ഷം രൂപയോളം വരും ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ക്ലിയർ ആവാൻ. എന്റെ കേസ് മാറണം, അവരുടെ വിസ അടിക്കണം, അതിനുശേഷം എന്റെ വിസ, ഇതിനെല്ലാം കൂടി ഏകദേശം ഫൈൻ അടക്കം 7 ലക്ഷം രൂപയോളം വരും. എനിക്ക് 7 ലക്ഷം രൂപ ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് സ്വപ്നത്തിൽ നടക്കാത്തൊരു കാര്യം. ആ സമയത്ത് ഏതാണ്ട് 25 ലക്ഷത്തോളം കടത്തി നിൽക്കുക ഞാൻ. ഇതെന്നെ കൊണ്ട് നടക്കുന്ന ഒരു കാര്യമില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, നിന്റെ ഉദ്ദേശം എന്താ? ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു ഐഡിയ ഇല്ല, എന്താ സംഭവിക്കാൻ നടക്കും, വരുന്നിടത്ത് വെച്ച് കാണുക. അപ്പൊ എന്നോട് പറഞ്ഞു, നിനക്ക് ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. നീ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി സറണ്ടർ ആവുക. സറണ്ടർ ആയിട്ട് നീ ഭാര്യയും പിള്ളേരും പോലീസ് സ്റ്റേഷൻ സറണ്ടർ ആയി കഴിഞ്ഞാൽ അവർ മാപ്പപേക്ഷ നൽകിയിട്ട് നിന്നെ ഇവിടുന്ന് കയറ്റി വിടും. പിന്നെ നിനക്ക് ഈ ദേശത്തേക്ക് പിന്നെ വരാൻ പറ്റില്ലെന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, അത് ഇപ്പം വൈഫിനോടും കുഞ്ഞുങ്ങളോടും പോയിട്ട് അപ്പം അതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് മാപ്പപേക്ഷ തരുന്നതിന് മുമ്പ് ഒരാഴ്ച ജയിലിൽ കിടക്കണം. ഒരാഴ്ച ജയിലിൽ കിടന്നാൽ മാത്രമേ മാപ്പപേക്ഷ തരുള്ളൂ. അപ്പൊ ഞാനും ജയിലിൽ കിടക്കണം, എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ജയിലിൽ കിടക്കണം. അപ്പൊ അത് ഒരിക്കലും സംഭവിക്കാൻ പറ്റുന്നത് ഞാൻ എങ്ങനെ എന്റെ ഭാര്യയോട് പറയുന്നത്? അവരിത് എങ്ങനെ ഉൾക്കൊള്ളൂ? പാവം നടപടിയാണ്. എന്നോട് വെച്ച് വേറെ നിവൃത്തിയില്ല. അപ്പൊ പുള്ളി എന്നെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഒന്നും നടക്കുന്നത്. എന്നോട് പറഞ്ഞു, ഒരു സൊല്യൂഷൻ ഞാൻ പറയാം, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, എനിക്കൊരു ചിട്ടി ഉണ്ട്, ഞാനൊരു ചിട്ടി കൂടിയിട്ടുണ്ട്. അത് വിളിച്ചിട്ടിയാ, വിളിച്ചെടുക്കുന്ന ചിട്ടിയാ. ഞാൻ 2 വർഷം കഴിഞ്ഞ് എടുക്കാൻ വെച്ചിരിക്കുന്ന ഒരു ചിട്ടിയാ. നാളെ അതിന്റെ ഒരു വിളി ഇറക്കുന്നുണ്ട്, നിനക്ക് വേണമെങ്കിൽ ഞാൻ വിളിച്ചെടുക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എത്ര രൂപ ഉണ്ടാവും? എന്നോട് പറഞ്ഞു, എല്ലാം കൂടെ ഒരു വിളിച്ചാൽ ഒരു 3 ലക്ഷം രൂപ അല്ലെ 3.5 ലക്ഷം രൂപ. ഞാൻ ഇന്ത്യൻ കറൻസി വെച്ചാ പറയുന്നതെന്ന് വെച്ചാൽ മതി. 3 ലക്ഷം അല്ലെ 3.5 ലക്ഷം രൂപ കിട്ടും. ഞാൻ പറഞ്ഞു, സഹോദരൻ 3.5 ലക്ഷം രൂപ നീ എടുത്താൽ ബാക്കിയുള്ള 3.5 ലക്ഷം രൂപ ഞാൻ ഉണ്ടാക്കണ്ടേ? അത് ഞാൻ ഇവിടുന്ന് ഉണ്ടാക്കും. അവരുടെ നീ എന്തെങ്കിലും ഒന്ന് ചെയ്യേ, ഇതൊന്നും ചെയ്യാതെ ഇത്
അപ്പൊ ഞാൻ പറഞ്ഞു, എന്നെ കൊണ്ട് നടക്കുന്ന കാര്യമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവൻ പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ ഇത് ഞാൻ ചെയ്തു തരാം. അപ്പം അദ്ദേഹത്തിന് എന്നോടുള്ള സഹതാപം കൊണ്ടല്ല, എന്റെ വൈഫിനോടിന്റെയും കുഞ്ഞുങ്ങളുടെയും സാഹചര്യം കണ്ടിട്ട് ആ പുള്ളിനോട് പറഞ്ഞു, നീ പോട്ടെ, നീ നേരെയാവാൻ പോകുന്നില്ല, നീ ശരിയാവാൻ പോകുന്നില്ല, ആ ഭാര്യയും കുഞ്ഞുങ്ങളെങ്കിലും ഓർത്തിട്ട് ചെയ്തേ. അങ്ങനെ പിറ്റേ ദിവസം വൈകുന്നേരം ഇദ്ദേഹം എന്നെ വിളിക്കണം, ഞാൻ ചിട്ടിക്ക് പോവാണ്, കിട്ടുന്ന എമൗണ്ട് ഞാൻ എടുക്കും, ബാക്കി ഇത് റെഡി ആയിക്കോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ വൈഫിനോടും കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, പുള്ളിക്ക് 3,00,000 കിട്ടിയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ അവന്റെ ഇഷ്ടം എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് വെച്ചു. അങ്ങനെ വൈകുന്നേരം ചിട്ടി വിളി നടക്കുന്നു. എന്നെ വിളിച്ചിട്ട് ഒരു 8:30 മണിയായപ്പോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, 1,00,000 രൂപ ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, 1,00,000 രൂപയോടെ ഇരുന്നോട്ടെ, ഒന്നും ചെയ്യാനില്ല. വീണ്ടും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സംഭവം 2,00,000 രൂപ ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, 2,00,000 രൂപ എടുത്തിട്ട് കാര്യമില്ല. മൂന്നാമത് എന്നെ വിളിച്ചിട്ടുണ്ട്, 3,00,000 രൂപ ആയിട്ടുണ്ട്, ഞാൻ എടുക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സഹോദര, നീ 3,00,000 എടുത്തിട്ട് കാര്യമില്ല, ബാക്കി ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അപ്പം അദ്ദേഹത്തിന് പറയാവുന്നതെല്ലാം മലയാളത്തിൽ എന്നെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോ അദ്ദേഹം വീണ്ടും എന്നെ വിളിക്കുകയാണ്. ജോബിന് ഈ ചിട്ടിവിളി ഇതുവരെ നിന്നിട്ടില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോ എത്രയായി? 4,50,000 രൂപയായെന്ന് പറഞ്ഞു. ഞാൻ എടുക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞടാ, എടുക്കണ്ട, നീ നിക്ക്. അപ്പൊ പറഞ്ഞു, ഞാൻ എന്തായാലും കുറച്ചുകൂടി നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നോട് വിളിച്ചു പറയാണ്, 6,50,000 രൂപ വിളി വന്നു, ഞാൻ വിളിച്ചെടുത്തു എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞത്, ആ ചിട്ടിക്കാരന്റെ ചരിത്രത്തിൽ ഇതുവരെ അത്ര ഒരു വിളി ഉണ്ടായിട്ടില്ല, അത് ഏറ്റവും ടോപ്പ് വിളിയാണ്, ഞാൻ ആ എമൗണ്ട് എടുത്തിട്ടുണ്ട്, ഒരാഴ്ച കഴിയുമ്പോൾ പണം കിട്ടും, ബാക്കി 50,000 രൂപ നീ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയിട്ട് ഞാൻ ഒരാഴ്ചയും പൈസ ആയിട്ട് വരും, പോയി കാര്യം തീർക്കുമെന്ന്. അങ്ങനെ ചുരുക്കം പറഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞെങ്കിൽ ഞാൻ അവിടുന്ന് ഇവിടുന്ന് എല്ലാം തുരുക്കി പെറുക്കി 50,000 രൂപ ഉണ്ടാക്കി. ഈ വ്യക്തി പൈസയും കൊണ്ട് വന്നു, ഞങ്ങൾ പോയി, എന്റെ കേസ് ക്യാൻസൽ ചെയ്തു, ഇതെല്ലാം ക്യാൻസൽ ചെയ്തു, വിസ അടിക്കാനുള്ളത് തോന്നുന്നു. അപ്പൊ ഞാൻ അതിനു മുമ്പ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി, അതൊന്ന് ഇതിന്റെ കൂട്ടത്തിൽ പറഞ്ഞ് കണ്ടിന്യൂ ചെയ്യാൻ നോക്കും. ഈ വ്യക്തി എന്നെ വിളിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുരുക്കിട്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിച്ച ആ വ്യക്തി എന്നെ ഫോൺ വിളിച്ച് കിടക്കുന്ന ആ ഒരു രാത്രിയാണോ അതിന്റെ അടുത്ത രാത്രി, ഞാൻ ഓർക്കുന്നില്ല, ഞാനൊരു ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ് രാത്രിയിൽ. ഞാൻ കേട്ട ശബ്ദം, ഞാൻ ഗൾഫിലേക്ക് പോകുന്നതിന് 2 വർഷം മുമ്പ് ദൈവാത്മാവ് എന്നോട് സംസാരിച്ച അതേ ശബ്ദം. നിന്നെ ഞാൻ ഗൾഫിലേക്ക് അയച്ചത് 7 വർഷത്തേക്ക് വേണ്ടിയിട്ടാണ്. ഈ 7 വർഷത്തെ ജോലി കഴിഞ്ഞിട്ടും നീ വിളി മറന്ന് മുന്നോട്ട് പോയി. വിളി മറന്ന് മുന്നോട്ട് പോയപ്പോ ഇനി നീ തിരിച്ചൊരു വരവുണ്ടാവില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇനി നീ ഒരു ജോലിക്ക് ശ്രമിക്കണ്ട. നീ സുവിശേഷ വേലയ്ക്ക് തീരുമാനം എടുക്കുമെന്നുണ്ടെങ്കിൽ നിന്റെ സകല വിഷയങ്ങളും ഞാൻ തീർത്തു തരാം. അന്നാണ് ഈ വിളിയെക്കുറിച്ചുള്ളൊരു ചിന്ത എൻ്റെ ഉള്ളിൽ വരുന്നത്. അന്ന് രാത്രി ദൈവമായിട്ട് സംസാരിച്ച രാത്രി, അന്ന് ഞാൻ ദിവസം ദൈവമാണ്, കർത്താവേ, നീ എനിക്കുള്ള വഴി തുറന്നു തരുമെന്നുണ്ടെങ്കിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഞാൻ പൊക്കോളാം. ഇത് പറഞ്ഞതിന്റെ 7-ാം ദിവസമാണ് ഈ വ്യക്തി എന്നെ വിളിച്ച് ചിട്ടിയുടെ കാര്യം പറയുന്നത്. അപ്പോ ഞാൻ അന്ന് ദൈവത്തിന് തീരുമാനം എടുത്തു, സുവിശേഷ വേലയ്ക്ക് പൊക്കോളാന്ന്. എന്റെ വിഷയങ്ങളെല്ലാം തീർന്നു. അപ്പൊ നമ്മുടെ ഉള്ളിൽ ആ വിളി പറഞ്ഞത് കിടപ്പുണ്ട്. അപ്പൊ ഞാൻ ഒരുമിച്ച് തീരുമാനം എടുത്തു, എന്തായാലും സുവിശേഷ വേലയ്ക്ക് പോവാം. അപ്പോ നമ്മൾ അന്നേരവും നമ്മുടെ പ്രായോഗിക ബുദ്ധിയിൽ ചിന്തിക്കും. പ്രായോഗിക ബുദ്ധി ചിന്തിച്ചപ്പോ ഏകദേശം ഇപ്പം ഇത്ര ലക്ഷം രൂപ കടം കിടപ്പുണ്ട്, സുവിശേഷ വേലയ്ക്ക് പോകണം, തീർച്ചയായിട്ടും പോവാം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, വൈഫിനെയും കുഞ്ഞുങ്ങളെയും ഇപ്പൊ ഇവിടുന്നെല്ലാം ക്യാൻസൽ ചെയ്ത് ഈ വർഷം നാട്ടിലോട്ട് വിടാം. ഞാനൊരു 1 വർഷം കൂടി ഇവിടെ നിന്ന്
ഈ കടമെല്ലാം തീർത്ത് ക്ലിയർ ചെയ്തിട്ട് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് തീരുമാനിച്ചു. ഞങ്ങളുടെ തീരുമാനം ദൈവത്തിന്റെ തീരുമാനമായിട്ട് ഞങ്ങൾ അങ്ങ് അംഗീകരിച്ചു, പ്രാർത്ഥിച്ചു കിടന്നു. പക്ഷെ അവിടെയും ഇത് ദൈവത്തിന്റെ ഹിതമാണോ എന്ന് ഞാൻ ചോദിച്ചില്ല. ഞാൻ എൻ്റെ ബുദ്ധിക്കനുസരിച്ച് തീരുമാനത്തെ ഒന്നും ചെയ്തു. കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ ഓക്കെ ആയി. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ വിസയൊക്കെ അടിച്ചു. അപ്പൊ ഞാൻ നാട്ടിൽ പോയിട്ട് കുറച്ച് വർഷങ്ങളായിരുന്നു ആ സമയത്ത്. അപ്പൊ എനിക്ക് നാട്ടിൽ വരേണ്ട ഒരു അത്യാവശ്യമുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ സ്പോൺസറോട് പറഞ്ഞു, സാറേ ഏതായാലും ഇത്രയായി, അപ്പൊ ഞാൻ നാട്ടിലൂടെ പോയിട്ടൊന്ന് വന്നിട്ട് ഞാൻ വീണ്ടും ജോലിക്ക് കയറിക്കോളാം എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഇത്രയും നാൾ ക്ഷമിച്ച സ്ഥിതിക്ക് പുള്ളി പറഞ്ഞു, ഇനി നീ എന്തെങ്കിലും കുഴപ്പമില്ല, നീ നിന്റെ കാര്യങ്ങളെല്ലാം തീർത്തിട്ട് വന്നാൽ മതി, ഏതായാലും ഞാൻ ഇത്രയും സഹിച്ചു, ബാക്കി ഞാൻ സഹിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ചു നാട്ടില് വൈഫിനെയും കുഞ്ഞുങ്ങളെ അവിടെ ആക്കി 2020 ജനുവരി മാസം ഞാൻ 15 ദിവസത്തെ ലീവിന് നാട്ടിൽ വന്നു. ഞാനൊരു പ്രത്യേക ഒരാവശ്യത്തിന് വേണ്ടി നാട്ടിൽ വന്നതാണ്. അപ്പം ഒരു 10 ദിവസം കൊണ്ട് എൻ്റെ കാര്യങ്ങളെല്ലാം തീരും. തിരിച്ചു പോവാം, തിരിച്ചു പോയി ജോലിക്ക് കയറാം. ആ അക്കാഡമിക് ഇയർ കഴിയുമ്പോൾ കുഞ്ഞുങ്ങളുടെ മറ്റേ TC എല്ലാം മേടിച്ചിട്ട് വൈഫിനെയും കുഞ്ഞുങ്ങളെ നാട്ടിലേക്ക് വിടും. അതെല്ലാം തീരുമാനിച്ചിട്ട് വെച്ചിട്ടാണ് ഞാൻ വരുന്നത്. അങ്ങനെ ഞാൻ 2020 ജനുവരി മാസം വന്നിട്ട് 15 ദിവസമായിട്ട് ഞാൻ വന്ന കാര്യത്തിന് തീരുമാനമാവുന്നില്ല. അത് ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരിയിലോട്ട് കയറി. എന്നിട്ടും എനിക്ക് കാര്യങ്ങൾ തീരുമാനമാകുന്നില്ല. അത് വന്ന വിഷയത്തിനൊരു പരിഹാരം കാണുന്നില്ല. അങ്ങനെ ഫെബ്രുവരി മാസം ആയപ്പോഴാണ് നമ്മളെല്ലാവരും ഒരിക്കലും ചിന്തിക്കാത്ത കൊറോണ എന്ന് പറയുന്ന ഒരു സംഭവം ലോകം മുഴുവൻ വ്യാപിച്ചു പിടിച്ചത്. അപ്പൊ ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മൾ കൊറോണയെ കുറിച്ച് കേൾക്കുന്നു, ക്വാറന്റൈനെ കുറിച്ച് കേൾക്കുന്നു, ഹൗസ് അറസ്റ്റിനെ കുറിച്ച് കേൾക്കുന്നു, ഇത് കാര്യങ്ങളൊക്കെ വരുന്നു. അപ്പൊ ഞാൻ ആദ്യം ഈ കൊറോണയുടെ കാര്യങ്ങൾ അത്ര സീരിയസ് ആയില്ല, തുടക്ക സമയമാണ്. പെട്ടെന്ന് ഇങ്ങനെ കാര്യങ്ങൾ തീർത്തു. പക്ഷെ എന്നിട്ട് കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകുന്നില്ല. പെട്ടെന്ന് സുപ്രഭാതം ഞാൻ കേട്ടു, ഞാൻ നിന്നിരുന്ന സ്ഥലത്തെ എയർപോർട്ട് ക്ലോസ് ചെയ്തു, ആ രാജ്യത്തെ എയർപോർട്ട് ക്ലോസ് ചെയ്തു, ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നൊരു എയർപോർട്ട് തുറക്കില്ല. ആകെ ടെൻഷനായി. ഞാൻ നാട്ടില്, വൈഫും കുഞ്ഞുങ്ങളും അവിടെ. അപ്പം വൈഫും കുഞ്ഞുങ്ങളും അവിടുത്തെ ഫ്ലാറ്റില് അടച്ചിട്ടിരിക്കുന്നു, ഞാൻ നാട്ടിലിരിക്കുന്നു. അപ്പം അവരവിടുന്ന് എന്നെ വിളി തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, അത് ഒരാഴ്ചക്കുള്ളിൽ തുറക്കും, ഞാൻ എങ്ങനെയും വന്നോളാം. അങ്ങനെ ഇരുന്നപ്പോ അടുത്ത ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കേൾക്കുന്നു, ഇന്ത്യയിലുള്ള എല്ലാ എയർപോർട്ടുകളും അടച്ചു. അങ്ങനെ ഇന്ത്യന്ന് അങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല, അവിടുന്ന് ഇങ്ങോട്ടും വരാൻ പറ്റാത്ത രീതിയിൽ സംഭവങ്ങൾ ലോക്കായി. ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് തിരിച്ചു പോകാൻ പറ്റുന്നില്ല. ഞാൻ കപ്പലെ പോകാൻ നോക്കി. ഞാൻ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും രാജ്യം വഴി പോകാൻ വല്ല വഴിയുണ്ടോ നോക്കി, ഒരു വഴിയില്ല. അപ്പൊ അന്ന് നമ്മൾ ഈ കേട്ട പോലെ റൂമിനകത്ത് അടച്ചിരിക്കുന്ന ഒരവസ്ഥ പെട്ടെന്ന് വൈഫിനും കുഞ്ഞുങ്ങൾക്കും വന്നപ്പോൾ അവരവിടുന്ന് വിളിക്കാൻ തുടങ്ങി, നിങ്ങൾ എന്നെ കൊല്ലാനിട്ടിട്ട് പോയതാണോ, ഞങ്ങൾ ഇവിടെ കിടന്ന് ചാവത്തേ ഉള്ളൂ, അങ്ങനെ ഇങ്ങനെ. എനിക്ക് ആദ്യം കയറാൻ തുടങ്ങി. അങ്ങനെ ചുരുക്കമായിട്ട് പറയുകയാണെങ്കിൽ ഫെബ്രുവരി മാസം മുതൽ ഓഗസ്റ്റ് മാസം വരെ കൊറോണ എന്ന് പറയുന്ന കാര്യങ്ങൾ കൊണ്ട് എയർപോർട്ട് അടഞ്ഞു. അത് അങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ. പക്ഷെ ഞാൻ ഇതിന് അടുത്ത ഒരു കാര്യം പറയുന്നത്, ദൈവത്തിന്റെ ഒരു പ്രവൃത്തി കൂടെ പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോകാം. അന്ന് വൈഫ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് അവരുടെ ഇതെല്ലാം ജോലി സ്ഥാപനം എല്ലാം അടച്ചിട്ടിരിക്കുക. അപ്പം അവരുടെ ബോസ് അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരെയും ഒന്ന് വിളിച്ചിട്ട് അവരുടെ സാഹചര്യം എങ്ങനെയുണ്ട്, ഈ ആദ്യമായിട്ടാണല്ലോ ഈ കാര്യങ്ങളൊക്കെ, അപ്പം അവരെല്ലാം സേഫ് ആണോ എന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ എല്ലാവരെയും വിളിച്ചു. ഇവളെ വിളിച്ചു, വൈഫിനെ വിളിച്ചിട്ട് ചോദിച്ചു എങ്ങനെയുണ്ട് കാര്യങ്ങൾ ചോദിച്ചപ്പോ അവള് പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്റെ ഹസ്ബൻഡ് നാട്ടിലാണ്, പുള്ളി അത് അവിടെ കുടുങ്ങിപ്പോയി, ഞങ്ങൾ എവിടെയാണ്, എന്ത് ചെയ്യാന്ന് അറിയത്തില്ല. അപ്പൊ ഇവർക്ക് ഇത് കേട്ട പുള്ളിക്കാരിക്ക് ഭയങ്കര വിഷമമായി. അപ്പൊ എന്നോട് നിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ നടക്കുന്നത്, ഞങ്ങൾ അങ്ങനെയൊക്കെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. പുള്ളിക്കാരി ഇവളോട് പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം, എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കണം. ഇനി
ആ സമയത്ത് ആ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരുടെയും ശമ്പളം മുടങ്ങിക്കിടക്കുകയാണ്. കാരണം ബാങ്ക് വർക്ക് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഇവളോട് പറഞ്ഞു, എല്ലാ മാസവും 1-ാം തീയതി ഞാൻ എൻ്റെ ഡ്രൈവറെ വിട്ട് നിന്റെ വീട്ടിൽ ഞാൻ പൈസ കൊണ്ടുതരാം, നീ ആരോടും പറയണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അടുത്ത മാസം 1-ാം തീയതി ആയപ്പം ഡ്രൈവർ ഒരു കവറിൽ ഫുൾ സാലറി ക്യാഷ് ആയിട്ട് ഇവരുടെ കയ്യിൽ കൊടുത്തു. ഈ ഫെബ്രുവരി മാസം മുതൽ ഓഗസ്റ്റ് മാസം വരെ അവളുടെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരാൾക്കും ശമ്പളം കിട്ടാതെ ഇവളുടെ വീട്ടിൽ കൊണ്ടുവന്ന് കാശ് കൈ കൊടുക്കുകയായിരുന്നു. അത് പോരാത്തതിന് ആ സമയത്ത് അവിടെയുള്ള ഈ പല സംഘടനകള്, ചർച്ചുകള്, പല കോൺഗ്രിഗേഷൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പല ഫുഡ് കിറ്റുകൾ കൊടുക്കുന്നു, വീട്ടാശുപത്രി കാര്യങ്ങളെല്ലാം കൂടെ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹായം ചെയ്യുന്ന സമയത്ത് ഇവരിങ്ങനെ വീട്ടിൽ ഒറ്റയ്ക്കാന്ന് അറിഞ്ഞപ്പം പല സംഘടനകളും പല ആൾക്കാരും ചർച്ചുകളും ഒക്കെ ഇവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഈ നമ്മുടെ മലയാളത്തിൽ പറയും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ പാക്ക് ആക്കിയിട്ട് വീട്ടിൽ കൊണ്ട് കൊടുക്കുക. കുഞ്ഞുങ്ങൾക്ക് വേണ്ട ബിസ്ക്കറ്റ്, ചോറ്, അരി, സകല സാധനങ്ങളും വീട്ടുപടിക്ക് കൊണ്ട് കൊടുക്കുക. ഇവർക്ക് ഈ കിട്ടുന്ന ശമ്പളത്തിൽ നിന്നും ഒരു പൈസ പോലും ചെലവാക്കേണ്ടി വരുന്നില്ല. വീട്ടിൽ സുഭിക്ഷമായ ആഹാരം, എന്ത് വേണം ചോദിക്കാൻ ആളുകൾ കൊണ്ടു കൊടുക്കുകയാണ്. ഈ 6-5 ഓഗസ്റ്റ് മാസം വരെ ഞാനില്ലാത്തതിന്റെ ഒരു കുറവ് ദൈവം അറിയാൻ അനുവദിച്ചില്ല. ഒരുപാട് കുടുംബങ്ങൾ ഒറ്റയ്ക്ക് ജീവിച്ചതും പട്ടിണി കിടന്നപ്പോഴും ഞാൻ ഉള്ളതിനേക്കാൾ അനുഗ്രഹമായിട്ട് ഓഗസ്റ്റ് മാസം വരെ ദൈവം നടത്തി. ഞാൻ പറഞ്ഞത്, പ്രതിസന്ധിയുടെ ആഴത്തിലിറങ്ങിയാലും കൂടെ നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ അനുഭവിച്ചറിയുന്നത്. അങ്ങനെ ഓഗസ്റ്റ് മാസമായപ്പോ വീണ്ടും ദൈവം എന്നോട് സംസാരിച്ചു. എന്നോട് സംസാരിക്കുന്നത് ഇങ്ങനെയാണ്: കഴിഞ്ഞ വർഷം ഡിസംബറിൽ നീ ഒരു തീരുമാനം എന്റെ മുന്നിലെടുത്തു. എന്റെ വിഷയങ്ങളെല്ലാം തീർത്തു തന്നു കഴിഞ്ഞാൽ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിക്കോളാമെന്ന് തീരുമാനിച്ചു. ആ തീരുമാനത്തെ നീ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നീ ഓൾട്ടർ ചെയ്തു. ഈ ഒരു വർഷം നിൽക്കാം എന്ന് പറഞ്ഞ് നിൽക്കുന്ന നീ ഈ 1-2 ആവും, 2-3 ആവും എന്ന് എനിക്കറിയാം. ദൈവം എന്നോടൊരു വ്യക്തി സംസാരിച്ചതാണ്, എനിക്കറിയാം. അതുകൊണ്ട് നിന്നെ ഞാൻ അവിടുന്ന് പറഞ്ഞു വിട്ടതാണ്. ഒരു കാര്യം കൂടി പറഞ്ഞു, ഇനി നീ തിരിച്ചു പോകാൻ ചിന്തിക്കേണ്ടെന്ന് പറഞ്ഞു. തിരിച്ചു പോകുന്നതിനെ കുറിച്ച് നീ ആലോചിക്കണ്ട. അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഞാൻ പിന്നെ എന്ത് ചെയ്യണം? എന്നോട് പറഞ്ഞു, അന്ന് പറഞ്ഞ അതേ വാക്ക്, നീ തീരുമാനമെടുത്ത് കാര്യങ്ങൾ ഞാൻ തീർത്തു തരാം. ഞാൻ പറഞ്ഞു, ദൈവമേ, എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും അവിടെയാണ്, അവരുടെ അവസ്ഥ നിനക്കറിയാം, നീ അവരെ എങ്ങനെയും ഇങ്ങോട്ട് കൊണ്ടു തന്ന ഞാൻ വേലക്കിറങ്ങിക്കോളാം. ദൈവനോട് നീ തീരുമാനം എടുത്ത് ഞാൻ വഴി കാണിച്ചു തരാം. അന്ന് രാത്രി ഞാൻ ദിവസം ഇരുന്നു, കർത്താവേ, ഈ ഒരു ഭാഗത്തിൽ എനിക്ക് തെറ്റുപറ്റി, എന്നോട് ക്ഷമിക്കണം, ഞാൻ നിന്റെ വേലക്കിറങ്ങാൻ തയ്യാറാണ്. ദിവസം അന്ന് കരഞ്ഞ് തീരുമാനമെടുക്കും. കരഞ്ഞ് തീരുമാനമെടുക്കുന്നതിന്റെ 3-ാമത്തെ ദിവസം എന്റെ വൈഫ് എന്നെ അവിടെ നിന്ന് വിളിച്ചിട്ട് എന്നോട് പറയാണ്, അതായത് അടുത്ത ഒരു ഡേറ്റ് പറഞ്ഞു, ഇന്ന ഡേറ്റിന് ഇവിടുന്ന് ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റ് ഒരു ടീം അറേഞ്ച് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ അതിൽ കയറി പോരട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ആദ്യത്തെ ചാർട്ടേഡ് ഫ്ലൈറ്റ് ആ രാജ്യത്ത് നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, നീ കയറി വരുന്ന ഓക്കെ, ബാക്കി കാര്യങ്ങൾ എങ്ങനെ? ഇപ്പൊ ഞങ്ങൾ അവിടെ ഒരു ഫ്ലാറ്റില് ഒരു ഫാമിലി താമസിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ഉള്ള ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഇതെല്ലാം നീ എങ്ങനെ ഡിസ്പേഴ്സ് ചെയ്ത് പോരും? ചിലത് വിൽക്കാനുള്ളത്. ഇപ്പൊ ആ സമയത്തൊന്നും ആരും ഒന്നുമില്ല. അത് ഞാൻ എങ്ങനെയും ചെയ്തോളാം. അപ്പൊ ഞാൻ പറഞ്ഞു, ശരി, അത് ചെയ്യാം, നീ ടിക്കറ്റ് എങ്ങനെ എടുക്കും? എന്നോട് പറഞ്ഞു, നിങ്ങൾ അതിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട, അതിനുള്ള പൈസ എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. കാരണം
അന്ന് മുതൽ കൊടുത്ത ശമ്പളം അതുപോലെ അവിടെ കയ്യിലിരിക്കുകയാണ്. ഒരു പൈസ പോലും ചെലവാക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെ അത് കൊടുത്ത് അവൾ ടിക്കറ്റ് എടുത്തു. ഏകദേശം ഒരു ഈ എത്ര ദിവസമാണ് ഞാൻ ഓർക്കുന്നില്ല. ആ ചുരുങ്ങിയ ദിവസം കൊണ്ട് ആ വീട്ടിൽ ക്ലിയർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ദൈവം ക്ലിയർ ചെയ്തു. കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു. കറക്റ്റ് സമയത്ത് ഒരു അനർത്ഥവും കൂടാതെ അവരെ 3 പേരെയും കേരളത്തിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ കൊണ്ടുവന്ന് ദൈവം ഇറക്കി. അന്ന് ഒരാഴ്ചത്തെ ക്വാറന്റൈൻ കഴിഞ്ഞ് 15 ദിവസം ക്വാറന്റൈൻ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ദിവസം തീരുമാനമെടുത്തു, ഇനി ഒരു പരീക്ഷണത്തിന് ഞങ്ങൾ തയ്യാറല്ല. കാരണം അനുഭവിക്കാമെല്ലാം അനുഭവിച്ചു. കർത്താവിന്റെ സുവിശേഷം അറിയിക്കാൻ തയ്യാറാണ്. അങ്ങനെ അന്ന് ഞാൻ എടുത്തൊരു തീരുമാനമാണ് സുവിശേഷത്തിലേക്ക് പോകുന്നത്. അങ്ങനെ സുവിശേഷത്തിലേക്ക് തീരുമാനം എടുത്ത എന്നോട് ദൈവം ബീഹാറിലേക്ക് പോകാൻ പറഞ്ഞു. ഒരിക്കലും മനസ്സിൽ ആഗ്രഹമില്ലാത്തൊരു സ്ഥലമായിരുന്നു. എൻ്റെ ഫാദർ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരിക്കൽ പോലും ഞാൻ ബീഹാറിൽ വന്നിട്ടില്ല. 30 വർഷം അദ്ദേഹം ഇവിടെ വർക്ക് ചെയ്തു. ഒരു വർഷം പോലും ഞാൻ വന്നിട്ടില്ല. ആ സ്ഥലത്തേക്ക് പോകാൻ ദൈവം എന്നോട് പറഞ്ഞു. പക്ഷെ മനസ്സോടെ ആണെങ്കിലും ആ ദേശത്തേക്ക് പിതാവ് പ്രവർത്തിച്ച അതേ സ്ഥലത്തേക്ക് ദൈവം ഞങ്ങളെയും കുടുംബമായിട്ട് അയച്ചു. കഴിഞ്ഞ 5 വർഷത്തോളമായിട്ട് അത്ഭുതകരമായിട്ട് ദൈവം ഈ ദേശത്ത് ഞങ്ങളെ നടത്തുന്നു. ഒത്തിരി ചോദ്യങ്ങളോടുകൂടി ഞാൻ ബീഹാറിലോട്ട് വന്നത്. ബീഹാർ വന്നപ്പോൾ ഞങ്ങളുടെ ജീവിതം എന്തായിത്തീരും, എങ്ങനെയായിത്തീരും, കുഞ്ഞുങ്ങളുടെ ഭാവി കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നപ്പോഴും ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്ന് പറയാനുള്ളൂ, ദൈവം വിശ്വസ്തൻ. അത്ഭുതകരമായി ഞങ്ങളുടെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും ദൈവം നടത്തി തന്നു. കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ ദേശത്ത് ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം സഹായിച്ചു. ദൈവം നൽകിയ കഴിവുകളും താലന്തുകളും കൃപകളും നന്മകളും ഒക്കെ ദൈവത്തിന് വേണ്ടി പല രീതിയിൽ ഈ ദേശത്ത് ചെയ്യുവാൻ ദൈവം എന്നെ സഹായിച്ചു. ഞങ്ങളുടെ ഒറ്റ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജീവനുള്ളിടത്തോളം കാലം ദൈവം എന്ന് ഈ ദേശത്ത് നിന്ന് പോകാൻ പറയുന്നു അന്ന് വരെയും ഈ ദേശത്ത് തന്നെ നിന്ന് കർത്താവിന്റെ വേലയിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ദൈവം എനിക്ക് തന്ന എൻ്റെ പ്രിയപ്പെട്ടവരും കുഞ്ഞുങ്ങളും എന്നോടുകൂടെ ഈ ദേശത്ത് തന്നെ താമസിച്ച് എൻ്റെ വേലയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവം വളരെ അത്ഭുതകരമായിട്ട് ഞങ്ങളെ ഈ ദേശം നടത്തുന്നു. എൻ്റെ സാക്ഷ്യത്തിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, പ്രതിസന്ധിയും പ്രയാസങ്ങളും ഒന്നും നമ്മുടെ അവസാനത്തിനല്ല. നമ്മുടെ തീരുമാനങ്ങളല്ല ദൈവത്തിന്റെ തീരുമാനങ്ങൾ. നമ്മൾ ചിന്തിക്കും ഇന്ന് തീരും നാളെ തീരും എന്ന് പറയുമ്പോൾ, വിളിച്ച ദൈവത്തിൽ വിശ്വസ്തനായിട്ട് കൂടെ ഉണ്ടെങ്കിൽ ദൈവം എന്താണോ എന്നെയും നിങ്ങളെയും കുറിച്ച് പ്ലാൻ ചെയ്തിരിക്കുന്നത് അവിടെ ദൈവം കൊണ്ടുവന്നെത്തിക്കും. അതെന്റെ ഒരു സാക്ഷ്യം. അതുകൊണ്ട് ഈ കേൾക്കുന്ന ദൈവങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും പ്രയാസത്തിലൂടെയോ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യത്തിലോ ആണ് ഇന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, നിങ്ങളെ ഒരിക്കലും കൈവിടാത്ത ഒരു ദൈവം നിങ്ങളുടെ കരം പിടിച്ചിട്ടുണ്ട്. നീ ഏത് തീരുമാനം എടുത്തെന്ന് പറഞ്ഞാലും ദൈവത്തിന്റെ തീരുമാനം മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുള്ളൂ. അതുകൊണ്ട് വിശ്വസ്തയോടുകൂടെ വിശ്വാസത്തോടുകൂടെ വിളിച്ച ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അന്ത്യത്തോളം ജീവിപ്പാനൊരു തീരുമാനമെടുത്താൽ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യുവാൻ ദൈവം നിങ്ങളെ സഹായിക്കും. ഈ സാക്ഷ്യത്തിലൂടെ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിച്ച് സാക്ഷ്യം അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് തന്ന നല്ല സമയത്തെ ഓർത്ത് സ്തുതിക്കുന്നു. ഈ സാക്ഷ്യം ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഈ പ്ലാറ്റ്ഫോമിൽ അവതരിപ്പിക്കാൻ ദൈവം സഹായിച്ചത് ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളെ അവിടുത്തെ കരുത്തിൽ സ്വർഗീയ നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുവാൻ, സാഹചര്യങ്ങളെ മാറ്റിമറിക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു എന്നുള്ളത് അറിയുവാൻ ദൈവം സഹായിക്കണം. പറ്റി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ പിൻപിട്ടുള്ളത് എല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. താങ്ക് യു കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പ്രിയ ജോബിൻ ജോസഫ് അവറുകൾ. അത്രത്തോളം സമയം ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ട ദൈവം നടത്തിയ ദൈവിക പദ്ധതികളെ കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ TV പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു സാക്ഷ്യം പറയിപ്പിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ വലിയ പദ്ധതിയായിരുന്നു.
ഇങ്ങനൊരു സാക്ഷ്യം പറയിപ്പിക്കരുത് എന്ന് പിശാചിന്റെ വലിയൊരു പദ്ധതി ഉണ്ടായിരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ പദ്ധതി അത് നിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. വാത്സല്യ പിതാവ് കെ.ടി. ജോസഫ് പാസ്റ്റർ, പ്രിയ അങ്കിൾ, തന്റെ ജീവിതത്തില് കർത്താവിന് വേണ്ടി ശക്തമായി ദൈവം ഉപയോഗിക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവം തിരഞ്ഞെടുത്ത, ദൈവത്തിന്റെ അഭിഷേകമുള്ള, ദൈവാത്മാവുള്ള ഒരു ദൈവപുരുഷനാണ്. അദ്ദേഹത്തിന് ജനിച്ച ഏക മകനെ ഏത് വിധേനയും നശിപ്പിക്കുവാൻ ശത്രുവായ സാത്താൻ ആവത് പരിശ്രമിച്ചു എന്നുള്ളതാണ് ഈ സാക്ഷ്യത്തിലൂടെ കേൾക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്ത് കുറവുണ്ടായിട്ടാണ് ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് ഞാൻ ആലോചിച്ചു പോവുകയായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശാസ്ത്രജ്ഞന്റെ മകനാണ്. പല നിലകളിൽ ഗവൺമെന്റിന്റെ ആദരവും അംഗീകാരവും ഒക്കെ ലഭിച്ചിട്ടുള്ള വളരെ ആദരണീയനായ, ദൈവം ശക്തമായി ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത് നിർത്തിയിരിക്കുന്ന ഒരു ദൈവപുരുഷന്റെ മകനെ ഏറ്റവും ഏതെല്ലാം വിധത്തിൽ കൂടി തകർത്ത് കളയുവാൻ പിശാച് ശക്തമായി ആക്രമിച്ചു എന്നുള്ളത് കേൾക്കുമ്പോൾ വളരെ വേദനയോടുകൂടിയാണ് ആ ഭാഗങ്ങളൊക്കെ കേൾക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞത്. ഒരു നിമിഷം പോലും മുന്നോട്ട് ജീവിക്കുവാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞ് പിശാച് പ്രവർത്തിച്ചതായ ആ തലങ്ങൾ എത്ര സങ്കീർണമാണ്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഠനം പോലും പൂർത്തീകരിക്കുവാൻ കഴിയാത്ത വണ്ണം പിശാച് അതിനെ തകർക്കുവാൻ ശ്രമിച്ചു. കോളേജിന്റെ അറ്റൻഡൻസ് ബുക്കിൽ അറ്റൻഡൻസ് ഇല്ലാത്ത വിധത്തിൽ പ്രവർത്തിച്ചതായ ആ കാലയളവ്, മദ്യം, മയക്കുമരുന്ന്, ലഹരി വസ്തുക്കൾക്ക് അടിമയായി പാപവഴികളിലൊക്കെ വലിച്ചഴക്കപ്പെട്ട് നാശത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന ആ അനുഭവം, തുടർന്ന് അങ്ങോട്ടുള്ള ജീവിതയാത്രയിൽ മുഴുവനും സങ്കീർണമായ, ഭയാനകമായ ഒരുപാട് അനുഭവങ്ങളുടെ രംഗങ്ങൾ കടന്നുപോയി. എന്നാൽ ദൈവത്തിന്റെ വാഗ്ദത്തം, ദൈവം അത് നിവർത്തിക്കേണ്ടതിന് വേണ്ടി ദൈവത്തിന്റെ ആ ദീർഘദൃഷ്ടി, ദൈവത്തിന്റെ ബലമുള്ള കരം വിടാതെ പിന്തുടർന്നത് കൊണ്ട്, ആമേൻ, ദൈവത്തിന്റെ അത്ഭുത കരം വിടാതെ പിന്തുടർന്നത് കൊണ്ട് പിശാച് ഏതെല്ലാം വിധത്തിൽ ആക്രമിച്ചു പരാജയപ്പെടുത്താൻ ശ്രമിച്ചിട്ടും ദൈവം, ആമേൻ, ഒരു തണൽ പോലെ കൂടെ നടന്ന് മറച്ച് ചേർത്ത് നിർത്തി കർത്താവ് തനിക്കായി വേർതിരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നല്ലോ. സ്തോത്രം. ഞാനത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. പിശാച് ഒരു മനുഷ്യനെ, ഒരു ദൈവപുരുഷനെ, അദ്ദേഹത്തിന്റെ കുടുംബത്തെ, അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അഭിഷേകത്താൽ, ആമേനെ, ദൈവം ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ എത്ര ശക്തിയോടുകൂടിയാണ് തകർക്കുവാൻ ശ്രമിക്കുന്നത്. തിരുവെഴുത്തുകളിലുടനീളം ഇതുപോലുള്ള നിരവധി സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. ജോസഫിന്റെ ജീവിതം, മോശയുടെ ജീവിതം, തുടങ്ങി ഇങ്ങോട്ട് ദാവീദിന്റെ ജീവിതം, ഒത്തിരി ദൈവപുരുഷന്മാർ, അവരൊക്കെ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ ദൈവം തിരഞ്ഞെടുത്തതാ. പ്രപഞ്ച സൃഷ്ടിക്ക് മുന്നമേ ദൈവം അവരെ കണ്ടതാ. പക്ഷെ മറുവശത്ത് അവരെ വെളിച്ചം കാണിക്കാതിരിക്കാൻ വേണ്ടി പിശാച് ഒത്തിരി പരിപാടികൾ ആവിഷ്കരിച്ചു. പക്ഷെ എങ്ങും തമ്പുരാൻ വിട്ടുകൊടുത്തില്ല. ദൈവം കൂടെ ഇരുന്നു. തക്ക സമയമായപ്പോൾ ചില സാഹചര്യങ്ങളിലൂടെ ദൈവം അവരെ പുറത്തു കൊണ്ടുവരും. ഞാൻ ഓർക്കുകയായിരുന്നു, ആ കോവിഡ് വന്നത് ഒരു അനുഗ്രഹമായി. ആമേൻ. ആ കോവിഡ് വന്നത് ഒരു അനുഗ്രഹമായി. ഇല്ലായിരുന്നു എങ്കിൽ ജോബിൻ പാസ്റ്റർ വീണ്ടും അവിടേക്ക് പോയി പഴയതുപോലെ കടവും കഷ്ടതയും ബുദ്ധിമുട്ടുകളിലൂടെ ഒക്കെ തുടരേണ്ടി വരുമായി. എന്നാൽ ആ വാതില് ദൈവം എന്നേക്കുമായി ക്ലോസ് ചെയ്തിട്ട് അവിടെ നിന്ന്, മിസ്രയീമിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ പുറപ്പെടുവിച്ചു കൊണ്ടിരുന്നത് പോലെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും അവിടെ നിന്ന് ദൈവം തമ്പുരാൻ പുറപ്പെടുവിച്ചു കൊണ്ടുവന്നു. സ്തോത്രം. ഇന്ന് ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാൻ, ഇന്ന് കർത്താവിന് വേണ്ടി നല്ലൊരു സാക്ഷ്യം വഹിക്കുവാൻ ദൈവം ബീഹാറിൽ
ആ പിതാവിനോടൊപ്പം, അവിടെയുള്ള ആയിരക്കണക്കിന് ജനങ്ങളോടൊപ്പം, അവിടെയുള്ള ദൈവദാസി ദാസന്മാരോടൊപ്പം, കുഞ്ഞുങ്ങളോടൊപ്പം ഇന്ന് കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ, കർത്താവിന്റെ നല്ല സാക്ഷ്യം വഹിക്കുവാൻ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരുപക്ഷെങ്കിൽ ഈ കഷ്ടതകളിലൂടെയൊക്കെ കടന്നുപോയത് നന്നായി എന്നും ഒരുപക്ഷെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇതുപോലെ എത്ര കുടുംബങ്ങളാ തകർന്നുകൊണ്ടിരിക്കുന്നത്. എത്രയോ യൗവനക്കാരാണ് ഇതുപോലെയുള്ള പാപവഴികളിലൂടെ കടന്നുപോയി നാശത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവരുടെയൊക്കെ ജീവിതത്തിൽ ഒരു തട്ടി ഉണർത്തൽ പോലെ ഈ സാക്ഷ്യം ഒരു പ്രേരകമായി, ഒരു ഊർജമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ സാക്ഷ്യം വളരെ വലിയ വില കൊടുത്തിട്ടാണ് ഇങ്ങനൊരു സാക്ഷ്യം കർത്താവിന്റെ ദാസന്റെ ജീവിതത്തിൽ ആമേൻ ഉണ്ടായിട്ടുള്ളതെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. കർത്താവിന്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ പ്രിയ പിതാവ് ചുമക്കുന്നതായ ആ പെട്ടകം ആമേന് കൈമാറുവാൻ ആമേൻ ദൈവം തിരഞ്ഞെടുത്ത ഒരു ദൈവപുരുഷനെ പോലെ, അല്ലെങ്കിൽ മോശയ്ക്ക് പിന്നാലെ ഒരു യോശുവ ദൈവം തിരഞ്ഞെടുത്തതുപോലെ ദൈവദാസനെ ദൈവം ഒരുക്കിയെടുത്ത് ആ ബീഹാറില് ആയിരം ജനങ്ങളെ നിത്യതയിലേക്ക് ഒരുക്കിയെടുക്കുവാൻ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും ഈ സാക്ഷ്യം ആമേ പറയുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. ദൈവദാസനോടുള്ളതായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അരോമ TV പ്രേക്ഷകർക്ക്, പ്രത്യേകിച്ച് സമാന ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുവെങ്കിൽ നിങ്ങളോടുള്ളതായ ഒരു ദൈവീയ ആഹ്വാനമായി ഏറ്റെടുത്തുകൊണ്ട് കർത്താവിന് പ്രവർത്തിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കൂ, നിലകൊള്ളൂ. ദൈവത്തിന് സഹോദര സഹോദരി നിന്നെ ആവശ്യമുണ്ട്. മദ്യം, മയക്കുമരുന്ന്, ലഹരി വസ്തുക്കൾ, മറ്റുള്ളവരുടെ പരപ്രേരണയാൽ ഇഷ്ടത്തിന് നാം ഏതെങ്കിലും വഴികൾ തിരഞ്ഞെടുത്ത് അതിലൂടെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മെ നന്മയ്ക്കല്ല, അത് നമ്മുടെ നാശത്തിനായിട്ടാണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകുമെങ്കിൽ എൻ്റെ കാര്യം പറയട്ടെ, ഈ സാക്ഷ്യം നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹത്തിന് കാരണമായി തീരും. നിങ്ങളുടെ കണ്ണ് തുറപ്പിക്കുന്നതിന് കാരണമായി തീരും. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഇതുപോലെ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ട് എന്ന് നിങ്ങളുടെ ഓർമ്മയിൽ വന്നാൽ അവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് അവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരേണ്ടതിന് നമുക്ക് അവർക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ നടക്കുന്ന ഓൺലൈൻ പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്കും പങ്കുകൊള്ളാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടിക്കാണും വരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.